ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. വരാപ്പുഴക്കാരൻ ശ്രീജിത്തിനെ ഓർമ്മയുണ്ടോ? വീടാക്രമണ കേസിൽ കസ്റ്റഡിയിലെടുത്ത് പോലീസ് മർദ്ദനത്തിൽ മരിച്ച ശ്രീജിത്തിനെ. തൃശൂർ ഏങ്ങണ്ടിയൂരിലെ ഒരു വിനായകനെ ഓർമ്മയുണ്ടോ? സുഹൃത്തുമായി സംസാരിക്കുന്നതിനിടെ മാലമോഷ്ടാവെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഏമാന്മാർ തല്ലിയ, പിന്നീട് ജീവനൊടുക്കിയ ദളിത് യുവാവിനെ. തിരുവനന്തപുരം പേരൂർക്കടയിൽ ഒരു ബിന്ദുവിനെ ഓർമ്മയുണ്ടോ? ഇല്ലാത്ത മാലമോഷണത്തിന്റെ പേരിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി അസഭ്യം പറഞ്ഞ് പുലർച്ചെ വരെ ചോദ്യം ചെയ്ത ദളിത് സ്ത്രീയെ. കുന്നംകുളത്തെ സുജിത്തിനെ ഓർമ്മയില്ലേ? വഴിയരികിൽ നിന്നതിന് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിച്ചതച്ച സുജിത്തിനെ. പറയാനേറെയുണ്ട് നമ്പർ 1 പോലീസിന്റെ വീരഗാഥകൾ. കേരളം മുഴുവൻ ജുഗുത്സാവഹത്തോടെ ഒറ്റക്കെട്ടായി തള്ളിപ്പറഞ്ഞ 2 ബലാത്സംഗ കേസുകളിൽ പ്രതിയായ ഒരു MLA ഒളിവിൽ പോയിട്ട് ഇന്നേക്ക് 9ാം നാളാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് എന്ന നാഴികയ്ക്ക് 40 വട്ടം ഊറ്റം കൊള്ളുന്ന പോലീസിന് പാർട്ടി പോലും തള്ളിപ്പറഞ്ഞ ആ MLA പിടിക്കാനായിട്ടില്ല. കിട്ടാത്തതോ അതോ കിട്ടേണ്ടെന്ന് വെച്ചിട്ടോ? അറസ്റ്റില്ലേ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ കോൺഗ്രസ് നിരീക്ഷകൻ N. ശ്രീകുമാർ, അഡ്വക്കേറ്റ് ലാൽകുമാർ ഇടത് നിരീക്ഷകൻ, ജോർജ് പൊടിപാറ രാഷ്ട്രീയ നിരീക്ഷകൻ, സുഭാഷ് ബാബു റിട്ടയേർഡ് SP എന്നിവരാണ്. ആദ്യം ഞാൻ ശ്രീ സുഭാഷ് ബാബുവിലേക്ക് പോവുകയാണ്. ശ്രീ സുഭാഷ് ബാബു, 9 ദിവസമായി. ഇന്നലെ ഇപ്പോൾ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളി. ഇന്നിപ്പോൾ ഹൈക്കോടതിയിലേക്ക് നീങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ വരെയുള്ള സാഹചര്യം ഇന്ന് രാവിലെ 11 മണി വരെ ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് പോലീസിന് പിടികൂടാൻ പറ്റാത്തത്? ഈ 9ാം ദിവസവും പോലീസിന്റെ കൺവട്ടത്തുനിന്നും വെട്ടിച്ചുകൊണ്ട് ഇയാൾ ഓടി രക്ഷപ്പെടുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്? അതോ പോലീസ് ഇപ്പോൾ അറസ്റ്റ് വേണ്ട എന്ന് തീരുമാനിക്കുന്നു? മുൻകൂർ ജാമ്യത്തിൽ ഒരു തീരുമാനം വരട്ടെ, നാളെ ഇപ്പോൾ ഹൈക്കോടതിയുടെ തീരുമാനം വരട്ടെ, ഇനി ഹൈക്കോടതി വിട്ടുകഴിഞ്ഞാൽ സുപ്രീം കോടതി പോവുകയാണെങ്കിൽ ആ തീരുമാനം വരട്ടെ എന്ന് കാത്തിരിക്കാം എന്ന് പോലീസ് കരുതിയാണോ? എന്താണ് ഇതിൻ്റെ ഒരു രീതി? അല്ല, പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത പ്രൈമാഫേസിയ പ്രഥമ ദൃഷ്ട്യാ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സങ്കോചവും ഭയവും ഇല്ലാതെ ആ പ്രതി അറസ്റ്റ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ഇങ്ങനെയുള്ള കേസുകളിൽ നിർബന്ധമായിട്ടും അറസ്റ്റ് അനിവാര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇത്ര സ്വാധീനമുള്ള ഒരു വ്യക്തി തെളിവ് നശിപ്പിക്കലും അതേപോലെ തന്നെ ആ തൽക്കാലം സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് രക്ഷപ്പെടാനും സാധ്യതയുള്ളത് കൊണ്ട് അറസ്റ്റ് അനിവാര്യമാണ് എന്നുള്ള രീതിയിൽ ആദ്യകാലത്ത് പോലീസ് വളരെ ജാഗ്രതയോടുകൂടി അന്വേഷിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അന്ന് ആദ്യ സമയത്ത് അത് ഒളിച്ചുകളിക്ക് പ്രാധാന്യമൊന്നുമില്ല. കാരണം എന്താ പറയുക, അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനാണ് കൂടുതൽ വാർത്താപ്പനം. ഇനി രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടെങ്കിൽ പോലും രാഷ്ട്രീയ പ്രാധാന്യം അതായിരുന്നു. പക്ഷേ ആ സമയത്ത് സാധിച്ചില്ല. കാരണം ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചും അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. അദ്ദേഹത്തിന് ഒരുപാട് ആൾക്കാരുണ്ട്. അദ്ദേഹത്തിനൊരു സൈബർ ഗുണ്ട ഗാങ് തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്കിപ്പം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരുപാട് കമൻറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനും അത് ഏത് രീതിയിൽ ഒളിപ്പിക്കണമെന്നും ഏത് രീതി രഹസ്യമായിട്ട് ഉപയോഗിക്കണമെന്നും ഒക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയുന്നൊരു വ്യക്തി കൂടിയാണ്. അങ്ങനെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളത് അദ്ദേഹത്തിന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പാലക്കാട് പ്രചരണ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഒളിവിൽ പോകുന്നത്. ഒളിവിൽ പോയതിന് ശേഷം പോലീസ് വളരെ ജാഗ്രതയോടുകൂടി നോക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് തന്നെ ആ പ്രദേശത്തുള്ള പോലീസിനെ കൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ആ സമയത്തൊക്കെ അദ്ദേഹം വളരെ വിദഗ്ധമായിട്ട് അവിടെ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി സാധിച്ചിരുന്നു എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന് ആ സ്ഥലമൊക്കെ സുപരിചിതമാണ്. അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അദ്ദേഹത്തിന് സഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തിന് സുഹൃത്തുക്കളായി, പാർട്ടി നേരിട്ട് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പിന്നെ ബിസിനസ് സുഹൃത്തുക്കളൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് എവിടെയെങ്കിലും പോയി ഒളിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള ആളല്ല. പക്ഷേ അദ്ദേഹം ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഒളിയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു സംഗതിയല്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം ഒളിവിൽ പോയി. അത് കഴിഞ്ഞതിന് ശേഷം ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഫയൽ ചെയ്തു. നോട്ടീസ് കിട്ടിയതിന് ശേഷം സാധാരണഗതിയിൽ ഒരു കീഴ്വഴക്കം എന്ന രീതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ഒരു വൈമനസ്യം കാണിക്കാറുണ്ട്. തൽക്കാലം ഒരു വെള്ളപ്പൊക്ക് അതിൽ സ്വീകരിക്കും. അവിടെ ഇവിടെ അന്വേഷിച്ച് നോക്കി എവിടെയെങ്കിലും ഉണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ആ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഡിസ്പോസ് ചെയ്യുന്നവരെ ഒഴിവാക്കുന്നവരെ, അതായത് ബെയിൽ കിട്ടിയാൽ അതോടുകൂടി ഹാജരാകേണ്ടി വരും. ബെയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ആ നിമിഷം തന്നെ പോലീസിനെ പെട്ടെന്ന് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു തടസ്സവുമില്ല. അതിനിവർ ശ്രമിച്ചിട്ടുണ്ട് എന്നും തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ്
കുറേ ഇൻഫർമേഷൻ കിട്ടി അവിടെ ഇവിടെ പരുതുന്നു എന്ന് പറയുന്നത് അത് വെറും ഒരു നാടകമല്ലായിരുന്നു. അത് നിങ്ങൾ പിന്നെ മീഡിയ പ്രവർത്തകരൊക്കെ അതിൻ്റെ പിന്നാലെ പോവുകയും ആ കാര്യങ്ങളൊക്കെ അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തതാണ്. അപ്പോൾ പോലീസ് അത് പ്രഹസനമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് വിവരം കിട്ടിയാലും ശരി, അത് ശരിയാകാം തെറ്റാകാം, എന്നാലും ശരി അതിനെ വിസ്മരിക്കാൻ പാടില്ല. അത് വളരെ ജാഗ്രതയോടുകൂടി അന്വേഷിക്കേണ്ടതാണ്. ഇത് അന്വേഷിച്ചിട്ടുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി വരെയും നമ്മൾ പല രംഗങ്ങളും കണ്ടിരിക്കുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം അത് ഹാജരാകാൻ വൈമനസ്യം കാണിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പോലീസിന്റെ ഒരു നിസ്സഹായാവസ്ഥയാണ് പ്രകടമാകുന്നത്. രാഹുൽ മിടുക്കനായി ഓടിക്കൊണ്ടിരിക്കുന്നു, പോലീസിന് പിടിക്കാൻ പറ്റുന്നില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീകുമാറിലേക്ക് പോകുന്നു. ശ്രീകുമാർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ മുൻകൂർ അല്ലേ, അങ്ങനെയല്ലേ സുഭാഷ് ബാബു? അതിലെന്താന്ന് പറഞ്ഞാൽ ഒരു പ്രതിയെ സംബന്ധിച്ചുള്ള അദ്ദേഹം പിടിക്കപ്പെടാതെ പോകുന്നത് അദ്ദേഹത്തിൻ്റെ സാമർത്ഥ്യമല്ലേ, അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ കാണാൻ, അങ്ങനെ കാണണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വ്യക്തിയുടെ മറികടന്ന സാമർത്ഥ്യം പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ സംഘവും പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്ന പാഠവും പ്രവൃത്തിയുടെ പന്താവിലെ ഞങ്ങളുടെ സന്ദേശവും അത് തന്നെയാണ്. അതനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ശരി, അദ്ദേഹം വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ശരി. ശ്രീകുമാർ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ഫോൺ ഓണാക്കിയിരുന്നു. നമുക്കറിയാവുന്ന പോലെ ഫോൺ ഓണാക്കി. അതിനുശേഷം പിന്നീട് വിവരമില്ല. പലയിടത്തായി അതിർത്തികളിലേക്കായി 4 സംഘം വീതം SIT സംഘങ്ങളെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഇന്നും തിരച്ചിലുണ്ടായിട്ടുണ്ട്. അതിർത്തിയിലൊക്കെ വാഹനങ്ങൾ, വരുന്ന കാറുകളൊക്കെ നിർത്തി പരിശോധിച്ചിട്ടാണ് പോലീസ് വിടുന്നത്. ഒരു MLA ഇങ്ങനെ ഒളിച്ചു പോവുക, നിയമ സംവിധാനത്തെ ചോദ്യം ചെയ്തു പോവുക, ഇത് കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? ഇതിപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് മീറ്റ് ദ പ്രസ് നടത്തിയല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, ഇതിലൊരു പിന്തുണയുണ്ട്, കോൺഗ്രസിൻ്റെ സഹായമുണ്ട്. ഈ സഹായം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ബാംഗ്ലൂരിലൊരു മുതിർന്ന അഭിഭാഷകയുടെ വീട്ടിലാണ് അയാൾ കഴിഞ്ഞിരുന്നെന്നുള്ളതാണ്. അതിനുശേഷം അവിടെ നിന്ന് മാറി പോയിട്ടുണ്ടാകാം. പക്ഷേ എല്ലായിടത്തും ഒറ്റയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ കേരളത്തിലെ സംസ്ഥാനത്തെ കോൺഗ്രസ് തള്ളി പറഞ്ഞുവെങ്കിലും കോൺഗ്രസിന്റെ പിന്തുണയുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണ ഇപ്പോഴും ആ സഹായത്തോടു കൂടി ഒളിവിൽ കഴിയുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാകുമോ ശ്രീകുമാർ? നോക്കൂ ശ്രീമതി സ്മൃതി, രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞൊരു വ്യക്തിയെക്കുറിച്ച് കോൺഗ്രസിൽ യാതൊരു വേവലാതിയുമില്ല. അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അതോടുകൂടി കോൺഗ്രസ് ആ വിഷയം അവസാനിപ്പിച്ചു, അവർ അധ്യായം അടച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത ക്രിമിനൽ കേസിൽ പോലീസിൻ്റെ നടപടിയാണ്. പോലീസിനെ കൊണ്ട് പ്രതി അറസ്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു താല്പര്യം വരേണ്ടത്. പക്ഷേ ഗവൺമെൻറ് ഇവിടെ പ്രതി അറസ്റ്റ് ചെയ്യാൻ ഇനി അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം അതൊരു വ്യക്തിപരമായ കാര്യമായിട്ട് മാറി. കോൺഗ്രസിനെ പഴി പറയാനും കോൺഗ്രസിനെ അധിക്ഷേപിക്കാനും കോൺഗ്രസിൻ്റെ മേൽ കുതിര കയറാനും വേണ്ടിയാണല്ലോ ഇത്രയും കാലം ഇവർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ കാര്യം കഴിഞ്ഞു. കാരണം കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ പോലീസ് ഓടുന്നത് പിടിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? നാളെ ഇപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് കോടതിയിലാക്കി കഴിഞ്ഞാൽ തന്നെയും കോൺഗ്രസിന് എന്താ കാര്യം? അപ്പോൾ അതുകൊണ്ട് ഇന്ന് VD സതീശൻ പ്രസക്തമായ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ കാര്യമല്ലേ നമ്മൾ പറയുന്നത്, ഇപ്പോൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? VD സതീശൻ ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത ദിവസം ഉണ്ടല്ലോ, ആ പരാതി കൊടുത്ത ദിവസം അന്ന് തന്നെ പരാതിയുടെ ആ ഗൗരവം മനസ്സിലാക്കിയിട്ട് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടേക്കാണ് പോകണമെന്നൊക്കെ കണ്ടെത്താമായിരുന്നു, നിരീക്ഷിക്കാമായിരുന്നു. എന്താ നിരീക്ഷിക്കാതിരുന്നത്? അപ്പോൾ അത് കോൺഗ്രസിനെ വേട്ടയാടാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ അവസരമായിട്ട് അവർ കണക്കാക്കി. അവരിപ്പോൾ എന്താ വെച്ചാൽ CPM ഇപ്പോൾ അതിൽ ആ ഒരു കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ CPMന് പറ്റാതായി. അതുകൊണ്ട് ഇപ്പോൾ എന്തായി? CPM 2 പ്രതിസന്ധികളിലെത്തി. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കഴിഞ്ഞു കേട്ടോ, അത് അടച്ചു വെച്ചു, ആ വിഷയം അടച്ചു വെച്ചു. കാരണം കോൺഗ്രസിന് ഒരു ബന്ധവുമില്ല അതിൽ. അപ്പോൾ പിന്നെ നമ്മളവരെ ഒരു വ്യക്തിയുടെ ഒരു MLA എന്ന ഒരു വ്യക്തിയുടെ കാര്യത്തെക്കുറിച്ച് MLA രാജിവെക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ ഒരു വിഷയവും കോൺഗ്രസിനില്ല. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ CPM 2 പ്രതിസന്ധിയിൽ അകപ്പെട്ടു. ഇന്നലെ വരെ അവരെന്താ വെച്ചാൽ ഈ ചർച്ചകളിലൊക്കെ അവർ ആവേശത്തോടെ വന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓരോരോ പുതിയ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഞാൻ ഇപ്പോഴാണ് പഠിച്ചത്. ഒരു പുതിയ വേട്ടക്കാരെന്നുള്ള ഇംഗ്ലീഷ് വാക്ക്, അതുപോലെ ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് CPM അവരുടെ കമ്മ്യൂണിസ്റ്റ് ഗുളിക വിഴുങ്ങിക്കൊണ്ട്. അതിനുശേഷം ഇപ്പോൾ ദാ നോക്കൂ, ഇന്നിപ്പോൾ നിങ്ങൾ വിളിച്ചിട്ടാണോ വരാത്തതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും എൻ്റെ സുഹൃത്ത് ലാൽകുമാറാണ്, അത് എന്നെ പോലെയുള്ളൊരു സുഹൃത്താണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ വിളിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ്? അതോ വിളിച്ചിട്ട് വരാതിരുന്നാണ്? എനിക്കറിയില്ല. എന്തായാലും അവർക്ക് വരാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം അല്ല, കോൺഗ്രസ് വേണ്ട, വരില്ല. കോൺഗ്രസ് തീരുമാനിച്ചല്ലോ, അടച്ചല്ലോ, അധ്യായം അടച്ചല്ലോ. കോൺഗ്രസിൽ ഇല്ലാത്ത ആൾക്ക് വേണ്ടി കോൺഗ്രസിന് എന്താ വരണേ? കോൺഗ്രസിന് ഇപ്പോൾ പ്രശ്നം ഇല്ലല്ലോ സ്മൃതി. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് ഒരു നടപടി എടുത്ത് പുറത്ത് ഡിസ്മിസ് ചെയ്തു.
പക്ഷേ ശ്രീ എൻ ശ്രീകുമാർ, രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. ഒരു കാര്യം ഈ അങ്ങേക്ക് കോൺഗ്രസ് വിഷയം ഉറപ്പ് ചർച്ച പറയാൻ ചെയ്യേണ്ട കാര്യം- പറ്റുമോ? ഇപ്പോൾ ഇയാൾ ഒളിവിൽ കഴിയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നത് ഒരു കോൺഗ്രസ് നേതാക്കളുടെ സഹായത്തോടെ അല്ല എന്ന് അങ്ങേക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? ചില നേതാക്കളെങ്കിലും പിന്തുണ കൊടുക്കുന്നു. ആ പിന്തുണയുടെ ഭാഗമായിട്ടാണ് ഈ 9ാം ദിവസവും അതിസമർത്ഥമായി ഒളിവിൽ കഴിയാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? ഒന്നുകിലത് പോലീസിൻ്റെ കഴിവുകേട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയം, ഇത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ വേറൊന്നുമില്ല. അതിൽ ഒളിവിൽ കഴിയുന്ന നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ഏതെങ്കിലും ആരുടെ വീട്ടിലാണെങ്കിലും CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആരുടെ വീട്ടിൽ കഴിഞ്ഞാലും ശരി, അതിൽ രാഷ്ട്രീയം വരും. ഞാൻ പറഞ്ഞ ശ്രീമതി സ്മൃതി, കോൺഗ്രസിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് കോൺഗ്രസ്സുകാർ പറയേണ്ട കാര്യമില്ല, അവർ ചർച്ചയ്ക്കും വരേണ്ട കാര്യമില്ല. ഞാൻ ഈ ചർച്ചയ്ക്ക് വരണമെന്ന് കോൺഗ്രസ്സുകാരുടെ പല ഘട്ടങ്ങളിലും പറഞ്ഞ ഒരാളായതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയാം, കോൺഗ്രസിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് ഇനി പറയേണ്ട കാര്യം കോൺഗ്രസിനില്ല. അധ്യായം ക്ലോസ്ഡ്, അടച്ചു. പക്ഷേ CPM അത് അടയ്ക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവർ ഉത്തരം പറയണം. മുഖ്യമന്ത്രിയല്ലേ, CPMൻ്റെ നേതാവല്ലേ, ഉത്തരം പറയണം. അപ്പോൾ രണ്ട് പ്രതിസന്ധി. എന്താ രണ്ട് പ്രതിസന്ധി? ഒന്ന് ശബരിമല പ്രതിസന്ധി. കാരണം ശബരിമലയിലെ അവരുടെ നേതാവ് ജയിലിൽ കിടക്കണം. രണ്ട് നേതാക്കൾ ജയിലിൽ കിടക്കുക. ശബരിമല സ്വർണം കളവ് പോയ കേസിൽ സ്വർണ്ണവാതിൽ പോയ കേസിൽ ആദ്യം, പിന്നീട് ദ്വാരപാലക കേസിൽ രണ്ടാമത്. രണ്ട് കേസിൽ CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായ മുൻ MLA ജയിലിൽ കിടക്കുകയാണ്. മറ്റൊരു മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഗോവിന്ദ മാഷോട് നമ്മുടെ പത്രസുഹൃത്തുക്കൾ ചോദിച്ചു, ഈ ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ജയിലിൽ കിടക്കുകയല്ലേ, ജയിലിൽ കിടന്ന ആളെ എന്തിനാണ് പുറത്താക്കുന്നത്? ഇങ്ങനെ ചോദിക്കണമെങ്കിൽ ഇതൊരു വിചിത്രവാദമല്ലേ? ഒരു പാർട്ടി സെക്രട്ടറി പറയുകയാണ്, ജയിലിൽ കിടക്കുന്ന ആളെ ഞങ്ങൾ എന്തിനാണ് പുറത്താക്കുന്നത്? എന്ന് വെച്ചാൽ ജയിലിൽ കിടക്കുന്ന ആളെ എന്ന് പറയുന്ന ആൾ CPM തന്നെയാണ്, പക്ഷേ പുറത്താക്കേണ്ട കാര്യമില്ല. ഇത് ആരോടെ പറയുന്നത്? ഇനി വേറൊരു കാര്യം ചോദിച്ചു, കൊല്ലത്തെ ഒരു MLAക്ക് അദ്ദേഹത്തിൻ്റെ കാര്യം ചോദിച്ചോ, പറഞ്ഞു ആ MLA പാർട്ടി മെമ്പറല്ല, പക്ഷേ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലാണ് അദ്ദേഹം മത്സരിച്ചെന്നുള്ള കാര്യം ഇവർ മറക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ CPMന് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ അതുകൊണ്ട് CPM പെട്ടു, അവരുടെ വക്താക്കളും പെട്ടു. ഇപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹം ഇപ്പോൾ എല്ലാ പ്രസ് ക്ലബ്ബുകളിലും കയറി ഇറങ്ങുകയാണ്. നോക്കൂ, ചരിത്രമാണ് കേട്ടത്. ചരിത്രത്തിൽ നമ്മുടെ ചില്ലിട്ട് വെക്കേണ്ട, ഫോട്ടോ എടുത്ത് വെക്കേണ്ടതാണ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളന വാർത്തകൾ. അതായത് നേരത്തെ അറിയിക്കുകയാണ്, മുഖ്യമന്ത്രി പ്രസ് ക്ലബ്ബുകളിലേക്ക് വരുന്നു. അതായത് ഇന്ന് മുഖ്യമന്ത്രിയെ എന്താണ് മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിലത്തെ വിഷയം ചോദിക്കുമ്പോൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ ആൾ, അല്ലെങ്കിൽ രൂക്ഷമായി നോക്കുന്ന ആൾ, അല്ലെങ്കിൽ അങ്ങോട്ട് മാറി നിൽക്കുന്ന പറഞ്ഞ ആൾ, അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ കൃത്യമായി എടുത്തോ മതിയോ എന്ന് ചോദിക്കുന്ന ആൾ ഇപ്പോൾ ദാ പ്രസ് ക്ലബിൻ്റെ പടി കയറി വരികയാണ്. ഇങ്ങോട്ട് വരുന്നു പത്രലേഖകരെ കാണാൻ. എന്താ സ്മൃതി എൻ്റെ കാരണം? എന്താ കാരണം? അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ, ചിലത് പറയണം പുള്ളിക്ക്, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് ചില കാര്യങ്ങൾ പറയണം. അപ്പോൾ പറയണമെങ്കിൽ നേരിട്ട് വന്ന് പത്രലേഖകരെ കണ്ടു പറയേണ്ട അവസ്ഥ വന്നു. ഒരു ഗതികേടാണ് കേട്ടോ അത്. കാരണം വെച്ചാൽ സെക്രട്ടേറിയറ്റിൽ കിടക്കാൻ പറ്റില്ല അക്രഡിറ്റേഷനുള്ള പത്രക്കാർക്ക്, നിയമസഭയിൽ ചിത്രീകരിക്കാൻ പറ്റില്ല പത്രലേഖകർക്ക്, നിങ്ങളുടെ ക്യാമറ കൊണ്ട് നിയമസഭയിൽ പോകാൻ പറ്റില്ല. ആ സാഹചര്യമുള്ള സ്ഥലത്ത് പ്രസ് ക്ലബ്ബുകളിൽ കയറി വരികയാണ് മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനോടല്ല അദ്ദേഹത്തിന് ചിലത് പറയാനുണ്ട്. അതെ, മീറ്റ് ദ പ്രസ്, മുഖാമുഖം. ആ മീറ്റ് ദ പ്രസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ അറിയാമല്ലോ. മീറ്റ് ദ പ്രസ് എന്ന് പറയുമ്പോൾ പ്രസ് ക്ലബ്ബുകളെ വിളിച്ച് ചോദിക്കും, മുഖ്യമന്ത്രിയുടെ മീറ്റ് ദ പ്രസ് ഏതെങ്കിലും പ്രസ് ക്ലബ്ബ് നിരാകരിക്കുമോ? കാരണം പ്രസ് ക്ലബ്ബിൽ ഈ ഇലക്ഷൻ കാലത്തെ എല്ലാ നേതാക്കളെയും വിളിച്ച് അവർ മീറ്റ് ദ പ്രസ് നടത്തും. അതൊരു ഓണറിങ്ങാണ് സാധാരണ എല്ലാ ലീഡറേയും. ഈ മുഖ്യമന്ത്രിയുടെ പ്രസ് ക്ലബിൻ്റെ മീറ്റ് ദ പ്രസിലേക്ക് കഴിഞ്ഞ കൊല്ലം എന്താ വരാതിരുന്നത്? കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം എന്താ വരാതിരുന്നത്? ശരി, അതിന് കാരണമുണ്ട്. അവർ ഗസ്റ്റ് ഹൗസിലൊക്കെ അല്ലേ ഒരു പത്രസമ്മേളനം മുഖ്യമന്ത്രി കാണുന്നത്. ഒരു മിനിറ്റ്, പൗരപ്രമുഖരുടെ കൂടെ പ്രഭാത ഭക്ഷണം, അത് കഴിഞ്ഞാൽ പത്രലേഖകരെ കാണും. അപ്പോൾ അതിലിഷ്ടമുള്ള ചോദ്യം ഇത് മീറ്റ് ദ പ്രസ് ക്ലബിലേക്ക് കയറി വരുന്നു. പക്ഷേ അപ്പോഴും അവിടെ ചോദ്യങ്ങളുടെ പ്രശ്നമുണ്ട്. കാരണം ഈ ചോദ്യങ്ങൾ അദ്ദേഹം എങ്ങനെയാണ് നേരിടുന്നത് എനിക്കറിയില്ല. അപ്പോൾ പത്രലേഖകരും മിടുക്കന്മാരാണെങ്കിൽ ചോദ്യം ചോദിക്കാം. നമ്മുടെ പത്രലേഖകരായ സുഹൃത്തുക്കളുടെ ഇപ്പോഴത്തെ ഒരു ദയനീയാവസ്ഥ ഞാൻ കാണാറുണ്ട്. പഴയ കാലത്തൊക്കെ എത്ര കൊലക്കൊമ്പനായ രാഷ്ട്രീയ നേതാവ് വന്നാലും ചോദ്യം ചോദിച്ച് ഉത്തരം പറയിച്ചിട്ടേ വിടുള്ളൂ. ഇപ്പം നമ്മുടെ പത്രലേഖകരുടെ കാര്യത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല, അത് അത് വേറൊരു വിഷയമാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ CPMൻ്റെ നിലപാട്, ഈ കോൺഗ്രസ് പുറത്താക്കിയ MLA എന്തുകൊണ്ടാണ് നിങ്ങൾ പിടിക്കാത്തതെന്ന് ചോദിച്ചാൽ ഒന്നിൽ പറയണം ഞങ്ങളുടെ കഴിവുകേടാണ്, അല്ലെങ്കിൽ പറയണം ഞങ്ങളുടെ രാഷ്ട്രീയമാണെന്ന് പറയണം. കോൺഗ്രസിന് ഒരു ബന്ധവുമില്ല. മാത്രമല്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് കിട്ടിയ മേൽക്കൈ, അതിനുശേഷം കിട്ടിയ രണ്ടാമത്തെ മേൽക്കൈ, ഇതോട് CPM ഇന്നലെ പടക്കം പൊട്ടിച്ചില്ലേ സ്മൃതി? CPM പ്രവർത്തകർ എന്തിനാ പടക്കം പൊട്ടിച്ചതെന്നറിയാമോ? കോൺഗ്രസ് ഒരു നടപടി എടുത്തതിന്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ് KPCC ഒരാൾക്കാരെ നടപടി എടുക്കുമ്പം അത് പടക്കം പൊട്ടിച്ച് CPMകാർ സന്തോഷിക്കുക, KPCCയുടെ നടപടിയെ സ്വാഗതം ചെയ്യുക. ചോദ്യം ഉണ്ട്. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പടക്കം പൊട്ടിക്കൽ അല്ല പറയാ, അല്ല
അല്ലല്ല മുൻകൂർ ജാമ്യമില്ല എന്നുള്ള കോടതി ഉത്തരവ് വന്നിട്ട് 1 മിനിറ്റ്, ആ 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ കോൺഗ്രസ് പുറത്താക്കിയപ്പോഴേ ഈ പടക്കം പൊട്ടിച്ചു, മധുരം വിതരണം ചെയ്തു. അപ്പൊ ചാനലുകളൊക്കെ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയപ്പോ പാലക്കാട്ട് പ്രവർത്തകർ മധുരം നൽകുന്നു, പടക്കം പൊട്ടിക്കുന്നു. അല്ല, കാര്യമുണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്. എന്താ അറിയാമോ? ഞങ്ങൾ പടക്കം പൊട്ടിക്കുന്ന KPCC നല്ല തീരുമാനം എടുത്തു. ഇതുപോലെ നമ്മുടെ പാർട്ടിയിലുണ്ടല്ലോ കുറെ സഖാക്കള്, അവരൊന്ന് പുറത്താക്കൂ, ആ ചെവി ഒന്ന് തുറക്കാൻ വേണ്ടി ഞങ്ങൾ പൊട്ടിച്ച പടക്കമാണ് എന്റെ വലിയ സഖാവി എന്നുള്ളത് കൂടി അതിലുണ്ട്. അങ്ങനെയുള്ള വ്യാഖ്യാനമായിട്ട് അതിനെ എടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള വ്യാഖ്യാനമായി എടുക്കാവുന്നതാണ്. ഇതിൽ രാഷ്ട്രീയമുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിലുള്ളപ്പോഴും പാർട്ടിക്ക് പുറത്തുള്ളപ്പോഴും ഒരേപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെല്ലുവിളിക്കുക എന്നുള്ളതാണ്. സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. അത് പാർട്ടിയിലുള്ളപ്പോഴും അതെ, ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലാൽകുമാർ, ഇപ്പോൾ പോലീസ് 9ാം ദിവസവും അറസ്റ്റ് ചെയ്യാത്തത് രാഹുലിനെ കിട്ടാഞ്ഞിട്ടാണോ, അതോ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട, ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അടുത്ത ദിവസം വരുമ്പോൾ ഒരു 7ാം തീയതി 8ാം തീയതി കണക്കാക്കി ഒരു അറസ്റ്റിലേക്ക് നീങ്ങും എന്നുള്ള ചില സൂചനകൾ കൂടി ചില ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അതാണോ കണക്കാക്കുന്നത്? അതുകൊണ്ട് നീട്ടി കൊണ്ടുപോവുകയാണോ? സ്മൃതി, ഞാൻ എല്ലാത്തിനും മറുപടി പറയാം. ഇവിടെ എനിക്ക് സമയം തരണം. കാര്യം ശ്രീകുമാരേട്ടൻ ഏതാണ്ട് 10 മിനിറ്റോളം സംസാരിച്ചു. ഒരുപാട് ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. CPM-ന് ലെഫ്റ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ശ്രീകുമാരേട്ടൻ പറഞ്ഞ എന്താ, ആൻറ്റിസിപ്പേറ്ററി ബെയില് കിട്ടിയതിനനുസരിച്ച് ഇവിടെ ഒരു ആഘോഷം നടന്നു. കാര്യം ഒരു പ്രെഡേറ്റർക്ക് ഈ പറയുന്ന ആൻറ്റിസിപ്പേറ്ററി ബെയില് കിട്ടാഞ്ഞതിന് DYFIയുടെ പൊതുച്ചോറിനെ വെച്ച് അപഹാസ്യം പറഞ്ഞ ഒരാൾക്കെതിരെ അവരാഘോഷിച്ചതിന് കോൺഗ്രസ് നടപടിയെടുത്തിട്ടാണ്. ഇതൊക്കെ പറയുന്നതിന് ഒരല്പം ഇത് വേണ്ടേ? അടുത്തത് ഞാൻ അവിടെ കൊണ്ട് അതങ്ങ് അവസാനിപ്പിച്ചു. ഇന്ന് നമ്മുടെ അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുകയാണ്, മുഖ്യമന്ത്രിക്കറിയാം. പുള്ളി പറഞ്ഞിരിക്കുന്നതാണ്, ഇന്നലെ വരെ ഈ പറയുന്ന പ്രിഡേറ്ററുടെ കൂട്ടത്തിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ആളാണ് അടൂർ പ്രകാശ്. അത് സ്മൃതിയുടെ ചർച്ചയ്ക്കകത്ത് സ്മൃതി പ്രത്യേകം റേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. സ്മൃതി എല്ലാ ചർച്ചയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ അടൂർ പ്രകാശിന്റെ നയം. നമ്മൾ എല്ലാ ചർച്ചയിലും റേസ് ചെയ്തിട്ടുള്ള വിഷയമാണ്. ഈ അടൂർ പ്രകാശിന് ഇന്നലെ വരെ പ്രശ്നമില്ലായിരുന്നു. ശ്രദ്ധിച്ചോ, ഇന്നലെ വരെ മുഖ്യമന്ത്രിക്ക് അറിയാവുന്നുള്ളൊരു വാദം അടൂർ പ്രകാശിന് ഇല്ലായിരുന്നു. ഇന്ന് രാവിലെ അടൂർ പ്രകാശിന് അത് തോന്നിയത്. എന്തൊരു നാണമില്ലായ്മയായത്! 8 ദിവസം കോൺഗ്രസിന്റെ ഒരു നേതാവും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് മുഖ്യമന്ത്രിക്ക് ഈ മനുഷ്യൻ ഇരിക്കുന്നത് എവിടാണെന്ന് അറിയാമെന്നുള്ളൊരു വാദമില്ലായിരുന്നു. 9ാമത്തെ ദിവസമാണ് അവർക്ക് തോന്നിയത്. ഇവരെന്നെ 8 ദിവസം മിണ്ടാഞ്ഞേ? ഇവർ 8 ദിവസം അന്തസ്സുണ്ടായിരുന്നെങ്കിൽ 8 ദിവസം പറയണ്ടായിരുന്നു. ഇത് ചുമ്മാതെ നാണമില്ല വർത്താനം പറയുന്നത്. അങ്ങനെ തന്നെ ഇത് പറയണം. അടുത്തത് ഓരോ കാര്യങ്ങൾ, ഇതിനകത്ത് നിഗൂഢമായ കുറെ സാധനങ്ങളുണ്ട്. ശ്രീകുമാരേട്ടൻ പറഞ്ഞത് എന്താ? ശ്രീകുമാരേട്ടൻ പറഞ്ഞത്, നോക്കൂ, തീരുമാനം വരുന്നു, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുന്നില്ല, അതിന് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ തീരുമാനം എടുത്തു. സ്മൃതി, ഞാൻ എനിക്കൊരു കുറച്ച് സമയം തരണം, ഞാനത് പറഞ്ഞുതരാം. ഈ പറയുന്ന ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എടുത്തു കഴിഞ്ഞ് അപ്പം സ്മൃതിയാണ് വാർത്ത വായിക്കുന്നതാണ് എൻ്റെ ഓർമ്മ. അപ്പം തന്നെ നിങ്ങൾ പറഞ്ഞു കോൺഗ്രസ് പുറത്താക്കി എന്ന് സ്മൃതിയാണ് വായിക്കുന്നത്. ഇതിന് അപ്പം അതിൻ്റെ അർത്ഥം എന്താ? തീരുമാനം നേരത്തെ എടുത്തു വെച്ചിരിക്കുകയായിരുന്നല്ലേ സ്മൃതി? അതിൻ്റെ അർത്ഥം ഈ പറയുന്ന ആൾക്കെതിരെ കോൺഗ്രസിന് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയില്ല എങ്കിൽ ഇയാളെ പുറത്താക്കണം എന്നുള്ള തീരുമാനം എടുത്തു വെച്ചിരുന്നു. ഇത് ചേർത്ത് വായിക്കേണ്ടത് രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയിട്ടിരുന്ന മനുഷ്യനാണ്, പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന മനുഷ്യനാണ്. രമേശ് ചെന്നിത്തല ആദ്യം പറയുന്നത് എന്താ? രമേശ് ചെന്നിത്തല പറയുന്നത് ഇയാളെ ആദ്യമേ പുറത്താക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്. പറഞ്ഞോ? 2, ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് KPCC പ്രസിഡന്റ് ആയിരുന്ന VM സുധീരൻ പറഞ്ഞു ഇയാളെ പുറത്താക്കണം, ഇനി ഇത് വൈകിക്കൂടാ, നേതൃത്വം അതിന് നിലപാടെടുക്കണം. പറഞ്ഞോ? VD സതീശൻ ആദ്യം തന്നെ നമ്മളെല്ലാം കൺസിസ്റ്റന്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇയാളെ പുറത്താക്കണമെന്നാണ് VD സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 4ാമത്തെ മുൻ KPCC പ്രസിഡന്റായ K മുരളീധരൻ പറയുന്നു ഇപ്പോഴെങ്കിലും ആ നടപടി എടുത്തല്ലോ. അദ്ദേഹത്തിന്റെ വാചകത്തിന്റെ പ്രയോഗം അതാ. അങ്ങനെ ഇപ്പോഴെങ്കിലും ആ നടപടി എടുത്തല്ലോ എന്ന് ഒരു മനുഷ്യൻ പറയണമെങ്കിൽ ഞാൻ പറയുകയാണ്, അയ്യോ ഇപ്പോഴെങ്കിലും ആ നടപടി എടുത്തല്ലോ എന്ത് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം ആ നടപടി എടുത്തതിനകത്ത് അങ്ങേർക്ക് ഒരു പങ്കുമില്ലെന്നാ. എങ്കിൽ മാത്രമേ ആ സെന്റൻസ് പറയാൻ പറ്റത്തുള്ളൂ. മുൻ KPCC പ്രസിഡന്റാ, പുള്ളിയാണ് പറഞ്ഞത് ബ്രഹ്മാസ്ത്രം വരാനുണ്ട്, അതാണ് ഇതാണ്, എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരിൽ ഒരാളാണ്. ഈ പറയുന്ന 3 KPCC പ്രസിഡന്റുമാരും പ്രതിപക്ഷ നേതാവും ഈ പറയുന്ന തീരുമാനം നേരത്തെ എടുത്ത് വെച്ചിരുന്ന കാര്യമാണ്. എന്നിട്ട് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുമോ എന്ന് നോക്കിയതിനനുസരിച്ച് പുറത്തു വിടുക. അതല്ലേ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയാൽ അയാളെ പുറത്താക്കണ്ട, അതല്ലേ അയാളുടെ നയം. ഇങ്ങനെ എടുത്തു വെച്ചിട്ട് 1 മിനിറ്റ് കൊണ്ട് ഡിസിഷൻ എടുത്തിട്ട് നമ്മുടെ എടുക്കൽ വലിയ മൊറാലിറ്റി കോൺഗ്രസ് അപ്പം തന്നെ പുറത്താക്കി. ഈ പറയുന്ന ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടി. അതിനകത്ത് മനസ്സിലാക്കേണ്ടത് രമേശ് ചെന്നിത്തല ക്യൂവിന് കൊടുത്ത ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് ഇയാൾ തെറ്റ് ചെയ്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു ഇയാൾ തെറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്.
വി.ഡി. സതീശന് കൃത്യമായി പറയുന്നു തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് അയാളുടെ ശരീരഭാഷയും സംസാരത്തിന്റെ രീതിയും ഒഴിഞ്ഞുമാറുന്നതിനനുസരിച്ചും. ഈ തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ട AICC വരെ അംഗീകരിച്ച തീരുമാനം ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങ് ഒഴിവാക്കിയേക്കാമെന്ന് വിചാരിച്ച കോൺഗ്രസാണ് ന്യായം പറഞ്ഞത്. എന്തൊരു മര്യാദയുള്ള ന്യായം അത്, എന്തൊരു മര്യാദ അതിനകത്തുള്ളത്. ഞാൻ അതുകൊണ്ട് അവിടെ ആ സാധനം എനിക്കൊന്ന് ക്ലിയർ ആയിട്ട് വന്നു. പിന്നെ അടുത്തത് ഈ പറയുന്ന കോൺഗ്രസ് പറയുന്ന ഒരു കാര്യമാണ്, കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പോലീസിലേക്ക് അപ്പോഴേ പരാതി കൊടുത്തില്ലേ അല്ലേ? ഈ പറയുന്ന കംപ്ലൈന്റ് വന്നപ്പം കംപ്ലൈന്റിനകത്ത് എഴുതിയിരിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. എന്താ? ക്രൈംബ്രാഞ്ചിന് ഇവർ ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട്. സ്മൃതി, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഇതിനെ വല്ലാതെ ചേസ് ചെയ്തിട്ടുണ്ട്. KPCC പ്രസിഡന്റ് മുന്നിൽ ഒരു പരാതി വരികയും അത് പൂഴ്ത്തിവെക്കാനുള്ള ഒരു സാഹചര്യവും ഇപ്പൊ കേരളത്തിലില്ല. കാരണം പൂഴ്ത്തിവെച്ചാൽ അയാളുടെ രാഷ്ട്രീയം അന്നോട് അവസാനിക്കും. കാര്യം അത്രത്തോളം ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. മാധ്യമപ്രവർത്തകരാണ് ഇത് വെളിയിൽ വിടുന്നത്. ഈ പരാതി ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഈ അന്യ സംസ്ഥാനത്തിൽ നിന്ന് 2ാമത്തെ കേസിൽ മാധ്യമപ്രവർത്തകർ ലോകത്തോട് വിളിച്ചു പറയാണ്, ഈ പറയുന്ന സ്ക്രിപ്റ്റ് അടക്കം അവരുടെ ലെറ്ററിന്റെ കാര്യം അടക്കം പുറത്തു വിടുകയാണ്. എന്തൊക്കെ ചെയ്തു, ഏതൊക്കെ ചെയ്തു, എന്തൊക്കെയാണ് ഇതിനകത്ത് നടന്നതെന്ന് മാധ്യമപ്രവർത്തകർ ലോകത്തോട് വിളിച്ചു പറയാ. അങ്ങനെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു വിഷയത്തിൽ പിന്നെ KPCC പ്രസിഡന്റ് എന്ത് ചെയ്യും? കൈവച്ചോണ്ടിരിക്കാൻ അദ്ദേഹത്തിന് പറ്റത്തില്ല. DGPക്ക് കൊടുത്തേ പറ്റൂ. അത് കൂടാതെ KPCC ഈ പറഞ്ഞ ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കേസിൽ അപ്പൊ പറയുന്നല്ലോ, എനിക്ക് അങ്ങനെ കിട്ടിയ ഉടനെ അപ്പൊ പരാതി കൊടുത്തു. ഇതും അടുത്ത പൊള്ളത്തരമല്ലേ? അല്ല, എന്ത് ചെയ്യുവാൻ? അങ്ങനെ പറയുന്നതിൽ CPM എടുത്ത നടപടികളുമായി ഒരു താരതമ്യം സ്വാഭാവികമായും വരും. ലാൽകുമാർ, ഇതിപ്പോൾ കയ്യിൽ വന്ന പരാതി നേരെ DGPക്ക് കൈമാറുന്നു എന്നുള്ള ആ നടപടിയെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. ഇതിനു മുമ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത നടപടി സസ്പെൻഷനാണ്. ഈ 2 നടപടികളും ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്താക്കുന്ന നടപടി, അത് ഈ പറഞ്ഞതുപോലെ വൈകിയല്ലോ. ഈ കേരളം മുഴുവൻ ഇത്രയും ദിവസം ചർച്ച ചെയ്തതിന് ശേഷം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിച്ച ഘട്ടത്തിൽ മാത്രമാണ് ആ തീരുമാനം വന്നതെന്നുള്ളത് ശരി തന്നെ, അത് സമ്മതിക്കുന്നു. പക്ഷേ നടപടികൾ ഈ രീതിയിൽ 3 നടപടി വന്നല്ലോ. അതുപോലെ നടപടി ഇല്ലാതെ ഞങ്ങൾ പാർട്ടി കോടതിയിലാണ് പരിശോധിക്കുക, പരാതികൾ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് പാർട്ടിക്കുള്ളിൽ സോൾവ് ചെയ്ത് പാർട്ടിക്കുള്ളിൽ തീരുമാനമുണ്ടാക്കുന്നു എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. CPMലെ വനിതാ നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പാർട്ടി കോടതിയാണ് പരിഗണിക്കാന്ന്. അത്തരം കേസുകളുണ്ട്. അപ്പോൾ പറയും ആ കേസും ഈ കേസും തമ്മിൽ എന്ത് താരതമ്യമെന്ന്. എങ്ങനെ വന്നാലും അത് സ്ത്രീ പീഡനമാണല്ലോ, സ്ത്രീയെ പീഡിപ്പിച്ചു എന്നുള്ള പരാതിയാണല്ലോ, അത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വന്ന പരാതിയാണല്ലോ. അതിനോടുള്ള സമീപനം, അതിൽ തന്നെ വനിതാ നേതാക്കൾക്ക് അതിൽ ഉറച്ച് പ്രതികരിക്കാൻ കഴിയുന്നതിനുള്ള ഒരു തടസ്സം അതുകൂടി ലാൽകുമാർ പറയണം. കാരണം ഇവിടെ കോൺഗ്രസിൽ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും ഉമാ തോമസും പ്രതികരിച്ചത് ഇങ്ങനെയൊരു നേതാവിന് ഈ പാർട്ടിയിൽ വേണ്ട എന്നുള്ളതാണ്. അവരുടെ അഭിമാനം കൂടി അന്തസ്സ് കൂടി ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനം വൈകിയാണെങ്കിലും വന്നല്ലോ. അപ്പുറത്തുണ്ട് ഇനിയും ആളുകൾ. ഇവിടെ ഞാൻ മറുപടി പറയാം. ഞാൻ നോക്കൂ, ഒരു സ്ത്രീ പീഡനത്തിനെ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല, ഒരു കാരണവശാലും ഇല്ല. കാര്യം അത് നമ്മുടെ തൊഴിലല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞത് കോൺഗ്രസിനകത്തെ ഒരു ഇരട്ടത്താപ്പ. ഇവർ ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ട് വലിയൊരു സംഭവം അങ്ങ് ചെയ്തു കളഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യമാണ്. കംപ്ലൈന്റ് കൊടുത്തത്, കംപ്ലൈന്റ് DGPക്ക് ഫോർവേഡ് ചെയ്തത് തെറ്റാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ശരിയായ തീരുമാനമാണ്, തെറ്റൊന്നുമില്ല. പക്ഷെ അത് കോൺഗ്രസിന്റെ ധാർമ്മികത കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കംപ്ലൈന്റ് വേറെ കയ്യിലിരിപ്പുണ്ട്, അതെല്ലാം അനങ്ങിയിട്ടില്ല. അതാണ് എൻ്റെ പ്രശ്നം. 1000 കംപ്ലൈന്റ് കയ്യിലിരിക്കുന്നത് എല്ലാം മിണ്ടാതിരുന്നേച്ച് വി.ഡി. സതീശൻ ആദ്യം റിനി പറഞ്ഞ പരാതി അദ്ദേഹം പറഞ്ഞ പിതാവിനെ പോലെ പരിഹരിച്ചു. അപ്പൊ കോൺഗ്രസ് നോക്കൂ സ്മൃതി, ഒരു കാര്യം ഞാൻ പറയാം. ഇതിലൊരു പ്രശ്നമുണ്ട് ലാൽകുമാർ. ഈ വരുന്ന പരാതികളുടെ സ്വഭാവം അതേത് രൂപത്തിലുള്ളതാണെന്ന് പരിശോധിക്കണം. ഇപ്പോൾ റിനി പറഞ്ഞ പരാതി അത് വേറൊരു സ്വഭാവത്തിലുള്ളതാണ്. ഈ മെസ്സേജുകൾ അയക്കുന്നവർക്ക് നമുക്ക് ബ്ലോക്ക് ചെയ്യാം, നമുക്ക് ഒഴിവാക്കാം. അത്തരം പരാതികളും ബലാത്സംഗം ചെയ്തു, പീഡിപ്പിച്ചു, ഗർഭചിത്രം നടത്തിച്ചു എന്നുള്ള പരാതിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്നേ. അങ്ങ് ഈ CPMൽ പറഞ്ഞൊരു വാക്കാണെങ്കിലും തീവ്രത ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ എല്ലാം ഒരു പരാതി എന്ന രൂപത്തിൽ കാണണോ? ഗൗരവത്തിലുള്ള വിഷയത്തെ മറ്റേത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ കൈകാര്യം ചെയ്തു. അതാണ് അച്ഛന്റെ രൂപത്തിൽ നിന്ന് ഞാൻ അതിനോട് സമീപിച്ചു എന്ന് അന്ന് വി.ഡി. സതീശൻ പറഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെല്ലാം കൂടി ഒരുമിച്ച് കാണുന്നതിൽ ഒരു പക്വത കുറവുണ്ട്. ഉണ്ട്. സ്മൃതി പറഞ്ഞ വാദമാണ് എൻ്റെ വാദം. ഒന്നിനെയും സമീകരിക്കാൻ പറ്റില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. നോക്കൂ, ഒരു പരാതി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓർഗനൈസേഷൻ എടുക്കുക. ഞാൻ അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞുതരാം.
ഒരു ഓർഗനൈസേഷനിൽ ഒരു ലൂവേഡ് മെസ്സേജ്, ഒരു മോശമായ മെസ്സേജ് ഒരാൾ പറയുക, അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ അധികാരികളോട് പറഞ്ഞാൽ അവർ നോർമൽ കോഴ്സിൽ അതിനെ ആ ഓർഗനൈസേഷനകത്ത് തന്നെ ഡീൽ ചെയ്യും. ഇത് അങ്ങനെയല്ല, എല്ലാം പോലീസിലേക്കാണ് പോകുന്നതെന്നുള്ളൊരു ധാരണ എനിക്കില്ല, സത്യമായിട്ടുമില്ല. അങ്ങനെ ഒരിക്കലും നടക്കത്തുമില്ല. ഈ ലോകമെമ്പാടും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ആദ്യം DGPക്ക് പരാതി കൊടുത്തു, അല്ലെങ്കിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞല്ല ഒരിടത്തും നടക്കുന്നത്. അതപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്റേണലായിട്ട് പരിഹരിക്കേണ്ടതുകൊണ്ട് പുറത്തും പരിഹരിക്കേണ്ടതുണ്ട്. ഞാൻ VD സതീശൻ്റെ കാര്യം പറഞ്ഞത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാ. എന്താ, അദ്ദേഹം ആദ്യം അത് പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു പോകേണ്ട സ്കെയിലുള്ള ഒരു പ്രശ്നമല്ല അത്. പുറത്തു പോകേണ്ട സ്കെയിലുള്ളതാണോ അകത്തുള്ളതാണോ എന്ന് പരാതിയുടെ ഗൗരവത്തിനനുസരിച്ചിരിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് സമീകരിക്കാൻ പറ്റാത്ത ഒരു വിഷയം. ബലാത്സംഗം ചെയ്തു, വെളിയിൽ നിന്ന് മരുന്ന് കൊണ്ടുവരുന്നു, അബോർഷൻ നടക്കുന്നു, പെൺകുട്ടി 3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ഇതെല്ലാം കേരളത്തിലെ മാധ്യമങ്ങളാണ് പറഞ്ഞത്, നമ്മൾ ആരുമല്ല പറഞ്ഞത്. അതൊരു സത്യം. ആ പെൺകുട്ടിയെ വിശ്വസിക്കാൻ മാത്രമേ ഇപ്പം തരവുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഒരു കേസിൽ ആ കേസിനെ കുറിച്ചുള്ള ചർച്ച നടത്തുമ്പോൾ നിങ്ങൾ പഴയ സാധനങ്ങൾ പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ അവിടെയാണ് ഗ്രാവിറ്റി. ഇപ്പം ഈ പറയുന്ന ഏറ്റവും കൂടുതൽ അശ്ലീലമായി വന്നിരിക്കുന്ന ഒരു കാര്യമാണ് തീവ്രത എന്ന് പറയുന്ന വാക്ക്. പക്ഷെ ഞാൻ അതിനെ വിളിക്കുന്നത് ഗ്രാവിറ്റി ഓഫ് ദ ഒഫൻസ് എന്നാണ്. ഒരു വിഷയത്തിനകത്ത് ഒരു ഗ്രാവിറ്റി ഉണ്ട്. ആ ഗ്രാവിറ്റി എത്ര നമുക്ക് അറിയാൻ വയ്യാതെ പറയാൻ പറ്റില്ല. ഗ്രാവിറ്റി പരിശോധിക്കും മുമ്പ് തന്നെ ഞങ്ങളുടെ ഉള്ളിലാണ് പരിശോധിക്കുക എന്ന രൂപത്തിൽ പറഞ്ഞത് സംഭവങ്ങളെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത് ഈ പറഞ്ഞ മെസ്സേജ് അയക്കലായിരുന്നില്ല ലാൽകുമാർ, വേറെ തരത്തിലുള്ള തന്നെയായിരുന്നു. അത് മെസ്സേജ് അയക്കലായിരുന്നില്ല. അങ്ങനല്ല ജോസഫ്, നോക്കൂ, അങ്ങനല്ല. ജോസഫൈനാണ് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ജോസഫൈൻ പറയുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന ചർച്ചകൾ കേരളത്തിൽ നടന്നിരുന്നു. ആ പെൺകുട്ടിക്ക് പരാതിയില്ല, പുറത്തേക്ക് പോകുന്ന പരാതിയില്ല. ആ പെൺകുട്ടി ആരാന്ന് ആർക്കും അറിയത്തില്ല. ആ പെൺകുട്ടിയുടെ പരാതി എന്താണെന്ന് ആർക്കും അറിയത്തില്ല. എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ ആ പെൺകുട്ടിയിലേക്ക് എത്തിയിട്ടുണ്ടോ? അവരെ ഭയപ്പെടുത്തി നിശബ്ദരാക്കി ലാൽകുമാർ. അതിൽ കൊന്നുകളയുമെന്ന് പറഞ്ഞ മുതിർന്ന നേതാവ് പറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ അറിഞ്ഞിട്ടുണ്ട്. ഇന്നത്തേതുപോലെ അന്ന് ആ വിഷയം കൈകാര്യം ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്നത്തേതുപോലെ ആ വിഷയം അന്ന് കൈകാര്യം ചെയ്യപ്പെട്ടിട്ടില്ല. ഇല്ല, പറഞ്ഞു കേൾക്കൂ, ഞാൻ പറഞ്ഞു കേൾക്കൂ. ഈ പറയുന്ന കൊന്നുകളയുമെന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ സമയം മുഴുവൻ പോകുന്നുണ്ടേ, അതിന് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. എനിക്കൊന്ന് ശരി നിക്ക്. സ്മൃതി ഇപ്പൊ തന്നെ അത് അവിടെ നിൽക്കട്ടെ. സ്മൃതി ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാനിത് കേൾക്കുന്നത്. സ്മൃതി തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ഒരു നേതാവ് കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വാർത്ത പോലും ഞാൻ കണ്ടിട്ടില്ല. അന്വേഷിച്ചു പോകുമ്പോൾ അറിയുന്ന കാര്യങ്ങളാണ്. പുറത്തേക്ക് വരാതിരിക്കാനുള്ള സംവിധാനവുമുണ്ട് ശ്രീലാൽകുമാർ. അതാണ് ഭയപ്പെടുത്തൽ എന്നുള്ളത്. അടുത്ത ഘട്ടത്തിൽ വരാം. ഞാൻ ശ്രീ പൊടിപാറയിലേക്ക് പോയിട്ടേ ഇല്ല. അദ്ദേഹത്തിനും കാര്യമായി പറഞ്ഞു. ലാൽകുമാർ അടുത്ത ഘട്ടത്തിൽ വരാം. ശ്രീ ജോർജ് പൊടിപാറ, അങ്ങയിലേക്ക് എത്താൻ വൈകിയതിൽ ക്ഷമിക്കണം. പക്ഷേ കാതലായ ചോദ്യത്തിലേക്ക് ലാൽകുമാർ എത്തിയില്ല. പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? നമ്മുടെ ടൈറ്റിൽ തന്നെ അതാണല്ലോ. അറസ്റ്റിലേക്ക് എന്താണ് നീങ്ങാത്തത്? 9ാമത്തെ ദിവസമായിരിക്കുന്നു. എന്താണ് അപ്പോൾ തടസ്സം? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? തദ്ദേശ തെരഞ്ഞെടുപ്പോട് അടുപ്പിച്ച് ആ ദിവസത്തിനോട് അടുത്ത് ഒരു അറസ്റ്റ് ഉണ്ടാകുമോ? അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഏതാണ്ട് ഒരു ദിവസം കൂടി എങ്കിലും കാത്തിരിക്കും. കാരണം 8-ാം തീയതി എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയൊരു കേസിന്റെ വിധി വരാൻ പോകുന്നുണ്ട്. അന്ന് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ അതിലായിരിക്കും മുഴുകാൻ പോകുന്നത്. ചർച്ച എന്തായാലും ഈ വിഷയം മാറും. അപ്പൊ അതുവരെ ഈ ചർച്ച നിർത്തുക. ശബരിമല കൊള്ളയിലേക്കോ അതുപോലുള്ള സർക്കാരിന് ഏതെങ്കിലും രീതിയിൽ പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരു ചർച്ച കഴിയുന്നത്ര ഒഴിവാക്കുക. അതൊരു ടാക്ടിക്സ് ആണ്. അതുപോലെ തന്നെ ഈ അറസ്റ്റ്, അതായത് കോൺഗ്രസ് ആരോപിക്കുന്ന ഇതും ഒരു ടാക്ടിക്സ് തന്നെയാണ്. രണ്ടു കൂട്ടരും ഈ ഇലക്ഷൻ ആയതുകൊണ്ട് രണ്ടു കൂട്ടരും അവരവരുടെ വാദങ്ങൾ അവർക്ക് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാവുന്ന ആയുധമായിട്ട് പ്രയോഗിക്കുന്നതിൽ എന്താ തെറ്റ്? അപ്പോ ഈ ലാൽകുമാറിന്റെ വാക്കുകളിൽ എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊക്കെ ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങളുടെയൊക്കെ ഭാഷയിൽ കോൺഗ്രസ് സഹയാത്രികരെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർ, വലത് രാഷ്ട്രീയ നിരീക്ഷകർ എന്നൊക്കെ നിങ്ങൾ വിളിച്ച് ആക്ഷേപിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആ വർഗത്തിൽപ്പെട്ട ആ ജനിച്ചപ്പെട്ട ആളൊക്കെയാണ് ഞാനൊക്കെ. പക്ഷെ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യേണ്ടതാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും പറയാൻ ഒരു വിഷമവുമില്ല. വളരെ കൂളായിട്ട് ഞാനത് പറയും. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ആ തരത്തിലുള്ളതായതുകൊണ്ട് അദ്ദേഹത്തെ നേരത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നെങ്കിൽ ഇപ്പോ പാർട്ടി എത്തിപ്പെട്ട ഈ ഒരു അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഗതികേടിലേക്ക് പോകേണ്ടി വരില്ലായിരുന്നു എന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. എന്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ എന്റെ പക്ഷപാതമൊന്നും എന്നെ അതിനകത്തൊന്നും തടുക്കുന്നില്ല. പക്ഷെ ലാൽകുമാറെ, ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് എപ്പോഴെങ്കിലും ഈ പാർട്ടിയുടെ ലൈനിന് വിരുദ്ധമായിട്ട് പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതായിരുന്നു എന്ന് പറയാനുള്ള ഒരു ആർജവം അങ്ങ് പ്രകടിപ്പിച്ചിട്ട് ഈ പറയുന്ന രീതിയിൽ സംസാരിച്ചാൽ ഞാൻ അങ്ങേക്ക് ഫുൾ മാർക്ക് തരാം. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ഇടതുപക്ഷ സഹയാത്രികർ, CPM സഹയാത്രികർ എന്ന് പറയുന്ന ആളുകൾ
ഏതെങ്കിലും ഘട്ടത്തിൽ നിഷ്പക്ഷമായി പാർട്ടിയുടെ ലൈനിനപ്പുറത്ത് AKG സെന്ററിൽ നിന്ന് തരുന്ന ക്യാപ്സ്യൂളിനപ്പുറത്ത് എപ്പോഴെങ്കിലും ഒരു സ്വതന്ത്രമായ നിലപാടെടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? നിങ്ങൾക്ക് വിമർശിക്കാൻ ലാൽകുമാർ സ്വതന്ത്രനാണ് കേട്ടോ. സ്വതന്ത്രനാണ്, പക്ഷെ പറയുന്നത് എപ്പോഴും പാർട്ടി ലൈനിൽ മാത്രമേ പറയുള്ളൂ. അത്രേ ഉള്ളൂ. സ്വാതന്ത്ര്യമൊക്കെ അത്രത്തേ ഉള്ളൂ. നിങ്ങളുടെ യുവർ ഫ്രീഡം ആൻഡ് സ്പെയർ മൈ നോ സ്പീക്കിങ്സ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ആ ഒരു സാധനത്തിന്റെ അടുത്ത് വരെ പോകുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകില്ല. എങ്കിലും ഇപ്പൊ പറയട്ടെ, പത്മകുമാറിനെ പാർട്ടി സംരക്ഷിക്കുന്നത് ശരിയല്ല. ഈ രണ്ടുപേരെ, വാസുവിനെയും പത്മകുമാറിനെയും ഇനിയും പാർട്ടി അംഗങ്ങളായി തുടരാൻ അനുവദിക്കുന്നത് ശരിയല്ല എന്ന് ഈ ചർച്ചയിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എനിക്ക് ബഹുമാനമുള്ള ഒരാളാണ്, നന്നായി ചർച്ചയിൽ പങ്കെടുക്കുന്ന, കാര്യങ്ങൾ നന്നായി പഠിച്ച് അവതരിപ്പിക്കുന്ന, ഒട്ടൊക്കെ ബോധ്യപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് പറയാൻ പറ്റുമോ? ഈ ചർച്ചയിൽ അവർ രണ്ടുപേരെയും പാർട്ടി ചുമക്കുന്നത് തെറ്റാണ്. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് വ്യത്യസ്തമായ ഒരു കേസായിരിക്കാം, വ്യത്യസ്തമായ കുറ്റമാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അതിനപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ കുറ്റം ഈ സമൂഹത്തെ ബാധിക്കുന്നതിന്റെ അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകളിൽ ഉണ്ടാക്കുന്ന വേദനയുടെയും വികാരവായ്പിന്റെയും ആ വൈകാരികതയുടെയും ഒക്കെ അപ്പുറത്ത് എത്രയോ ഭയങ്കരമായ ആഘാതമാണ് ഈ പറഞ്ഞ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കവർന്നത്. ചെറിയ കേസാണോ അത്? ചെറിയ കാര്യമാണോ അത്? ആ പാർട്ടിയുടെ നോമിനികളായിട്ട് ഇന്ന് ദേവസ്വം പ്രസിഡന്റുമായിരുന്നവർ അതിനെല്ലാം ചൂട്ടുപിടിച്ചു കൊടുത്ത് സ്വർണം ചെമ്പാക്കി, ചെമ്പെന്ന് എഴുതി കൊടുത്ത് അവർക്ക് സൗകര്യം പോലെ ഇത് കടത്തിക്കൊണ്ടുപോകാനും ഈ പറയുന്ന അവതാരങ്ങളെയൊക്കെ സംരക്ഷിച്ച് ഇത് ചെയ്തവരെ ഇത് പറഞ്ഞിച്ച് ഇത് ചെയ്തിട്ട് നിങ്ങൾ രാഹുലിന്റെ കാര്യത്തിൽ പറയൂ, ഞാൻ അംഗീകരിക്കാം, ഞാൻ സപ്പോർട്ട് ചെയ്യാം. ഒന്ന് ഇടയ്ക്ക് ലാൽകുമാറോട് ചോദിച്ചോട്ടെ, ലാൽകുമാർ പറയാൻ പറ്റുമോ പത്മകുമാറിനെയും വാസുവിനെയും പുറത്താക്കണം? സ്മൃതി, ഇതിനകത്ത് കുഴപ്പമെന്നറിയാം, കേൾക്കുന്ന ആൾക്കാർക്ക് നല്ല സുഖം തോന്നും ജോർജ് ഒടിപ്പാറ പറഞ്ഞതിനകത്ത്. പക്ഷെ കുഴപ്പം ഒന്ന് ബലാത്സംഗവും മറ്റേത് അഴിമതിയുമാണ്. നോക്കൂ, ഈ കേരളത്തിൽ കോൺഗ്രസ്സുകാർ നടത്തിയിട്ടുള്ള അഴിമതിക്ക്, ആ അഴിമതിയുടെ അടിസ്ഥാനത്തിൽ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ഒടിപ്പാറ ഇതുവരെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിൽക്ക ഞാൻ പറയട്ടെ. താങ്കൾ ആരോപണം ഉന്നയിച്ചല്ലോ. ഈ പറയുന്ന ക്രിമിനൽ പ്രോസിക്യൂഷൻ നടക്കുന്ന റേപ്പിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ, റേപ്പിന്റെ കാര്യമല്ല. അങ്ങനെ ഒരു വിഷയത്തിൽ ഈ പറയുന്ന ഏതേലും ഒരു കോൺഗ്രസ് നേതാവിനെ, ഇത്ര ഒരുപാട് കേസുണ്ടല്ലോ, ഒരു കോൺഗ്രസ് നേതാവിനെ പുറത്താക്കണമെന്ന് പൊടിപ്പാറ ഇതുവരെ നിലപാടെടുത്തിട്ടുണ്ടോ? നിലപാടെടുത്തിട്ടില്ല. ഒരു കോൺഗ്രസ് ഇത്രയും നിലപാടെടുത്തിട്ടില്ല. ഞാൻ ഈ പറയുന്ന ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട പൊസിഷൻ എന്താ? കൃത്യമായ അന്വേഷണം നടക്കണം, ഒരു മാറ്റമില്ല. ഞാനോ? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണം എന്നുള്ള നിലപാടാണെന്ന് ലോകത്തുള്ളവർക്ക് എല്ലാം ഉള്ളതേ. അത് പൊടിപ്പാറയുടെ സെപ്പറേറ്റ് നിലപാടൊന്നുമല്ല. രമേശ് ചെന്നിത്തലയ്ക്കുള്ള നിലപാട് കൂടുതൽ പൊടിപ്പാറ എടുക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു കാര്യം ഇതാണ്, കോൺഗ്രസിൽ വ്യത്യസ്തമായ അഭിപ്രായം പുറത്തേക്ക് നേതാക്കൾക്ക് പറയാം. പറയൂ. നോക്കൂ, സ്മൃതിക്കറിയാം, വ്യത്യസ്തമായ നിലപാടെടുക്കാൻ എനിക്ക് ഒരു മടിയില്ലാത്ത ഒരാളാണ്. നിങ്ങളൊരു കേസ് പറഞ്ഞാൽ എനിക്ക് വ്യത്യസ്തമായ ലാൽകുമാർ എന്ന വ്യക്തിയെ എടുക്കണ്ട, ശ്രീ ലാൽകുമാർ എന്ന വ്യക്തി എടുക്കണ്ട. അങ്ങേക്ക് കുറച്ചുകൂടി സ്വതന്ത്രമായി നിൽക്കാനുള്ള സാഹചര്യമുണ്ട്. ഞാൻ ചോദിക്കുന്നത് പൊതുവെ പാർട്ടി എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായി ഏതെങ്കിലും നേതാക്കൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല. വനിതാ നേതാക്കൾക്ക് പോലും ഈ ലൈംഗിക ആരോപണങ്ങൾ കേസുകൾ വന്നാൽ പ്രതികരിക്കാൻ പറ്റാറില്ല. അത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. അത് അങ്ങ് ഇത്ര നിഷേധിച്ചിട്ടും കാര്യമില്ല. ശ്രീ അങ്ങനെ പാസ് ചെയ്ത് പോരുത്. ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ ആരോപണം എന്താ? പാർട്ടിക്കാർ നിൽക്കുന്നുള്ളതല്ലല്ലോ, പാർട്ടി ലൈനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് പാർട്ടിക്കാരെടുക്കുമെന്നല്ലോ പറഞ്ഞത്. ലാൽകുമാർ എടുക്കാനുള്ള ധൈര്യം ഉണ്ടോന്നല്ലേ ചോദിച്ചത്? അപ്പൊ എന്റെ ചോദ്യം പൊടിപ്പാറ എടുക്കുമെന്നാ ചോദിച്ചത്. ഈ പറയുന്ന അഴിമതി ആരോപണത്തിൽ എത്ര പ്രാവശ്യം എത്ര പേരെ വേണ്ടി വന്നാലല്ല എടുത്തത്? കേരളത്തിൽ ഇതുവരെ അഴിമതി ആരോപണം ഒന്നും വന്നിട്ടില്ല. കള്ളത്തരത്തിന്റെ കോൺഗ്രസ് വന്നിട്ടില്ല. കോൺഗ്രസ് അഴിമതി ആരോപണം വന്നിട്ടില്ല. ലാൽകുമാർ, അതിനെന്താണ് ഒരു തടസ്സം? മാധ്യമപ്രവർത്തകർക്ക് ഇത് എടുക്കുന്നില്ല. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ സ്മൃതി. നിക്ക് അതിനകത്ത് കുഴപ്പമില്ലെന്നറിയാം, അതിനകത്ത് ഇരട്ടതാപ്പുണ്ടെന്നുള്ളതാണ്. ലാൽകുമാറിലേക്ക് ബേർഡൻ വെക്കുമ്പം ഈ പറയുന്ന അഴിമതി ആരോപണവും പൊടിപ്പാറ പറയുമെന്ന് പറയുന്നത് ബലാത്സംഗമാണ്. അത് രണ്ടും ഒക്കത്തില്ല. രാഹുൽ കേസിന് മുൻപ് തന്നെ അല്ല, അങ്ങനെയല്ല ലാൽകുമാർ. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന വിഷയം എത്രത്തോളം ഗൗരവമുണ്ട്, ആ ഗൗരവത്തിൽ ഒരു നിലപാട് ആ പാർട്ടി എടുത്തിട്ടോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉണ്ട്. അത് അവിടെ ഉണ്ട്, അത് ഇല്ലാതാവുന്നില്ല. മറ്റു കേസ് അപ്പുറത്തുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇത് മിണ്ടാതിരിക്കാൻ പറ്റില്ല. വിമർശനമാണല്ലോ സ്മൃതി, അതവിടെയുണ്ട്. സ്മൃതി. ഒരു രാഷ്ട്രീയ വിമർശനം അല്ല, അത് രാഷ്ട്രീയ
ലുക്ക് അവിടെ ഒരു രാഷ്ട്രീയ വിമർശനം ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ശരി, ആ വിമർശനം ഞാൻ കേൾക്കാനും തയ്യാറാണ്. ശരി. പക്ഷെ കുഴപ്പം സമയം എനിക്ക് ശരി, പൊടിപാറയുടെ സമയമാണ്. ശരി, അങ്ങ് പറഞ്ഞ ക്ലിയർ ആണ്. നിലപാടെടുക്കാൻ ശരി, പറ്റുമോ? ശരി, രാജ്കുമാർ പൊടിപാറ അങ്ങേക്ക് പറയാം. എന്താ ലോജിക്കാനത്? ഞാൻ ലാലിനെ മാറ്റുന്നു, ഞാൻ വിട്ടു ആ വിഷയം. ആ, അതായത് ഇവിടെ നമ്മള് ചില കാര്യങ്ങളെ നമുക്ക് അബ്സല്യൂട്ട് ആയിട്ട് പറയാൻ പറ്റില്ല, വിടുന്നതല്ല. റിലേറ്റീവ് ആയിട്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ, ആപേക്ഷികമായിട്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ. അതിന്റെ കാരണം എന്താ? അതായത് സമാനമായ വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു വിഷയം എന്താ? ഇങ്ങനെ ഒരു ആരോപണം വന്നു. കോൺഗ്രസ് CPM പോലെയോ BJP പോലെയോ ഒരു കേഡർ പാർട്ടിയൊന്നും അല്ല. അതിന് അതിൻ്റെതായ ഒരു അയഞ്ഞ ചട്ടക്കൂടുണ്ട്. അതിന്റെ സൗന്ദര്യവും ബലഹീനതയും ഒരുപോലെ ഈ അയഞ്ഞ ചട്ടക്കൂടാണ്. ഒരു എന്താ പറയാ, അതിഭയങ്കരമായ അച്ചടക്കത്തിന്റെ ഒരു ഖഡ്ഗമൊന്നും കോൺഗ്രസ്സുകാരുടെ മേത്തേക്ക് എടുത്ത് വീശാൻ പറ്റില്ല. അവർ ആ ചട്ടക്കൂട്ടിൽ ജീവിച്ച് പഠിച്ചവരാണ്. പാർട്ടി എടുത്ത നിലപാടിന് എതിരായിട്ട് പാർട്ടി പറയുന്നതെല്ലാം അതേപടി ശിരസ വഹിച്ചില്ലെങ്കിൽ അവന്റെ ശിരസ ഇറക്കാനൊന്നും ഈ പാർട്ടി സംവിധാനത്തിൽ കഴിയില്ല. പക്ഷെ എങ്കിലും ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും എടുത്തൊരു നിലപാടുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ. ആദ്യം തന്നെ റിനിയുടെയും അതിന് പിന്നാലെ ആ എഴുത്തുകാരിയുടെയും മറ്റേ ട്രാൻസ്ജെൻഡർ വുമന്റെയും പരാതി വന്നപ്പോൾ അതിനുശേഷം പരാതികളൊക്കെ വന്നത് ഇപ്പൊ ഈ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അതിജീവിതയെ ശബ്ദരേഖയും കാര്യങ്ങളൊക്കെയാണ്. ആ ഘട്ടത്തിൽ തന്നെ ഈ പാർട്ടി ചില കൃത്യമായ നിലപാടെടുത്തു. നമ്മളത് നിഷേധിച്ചിട്ട് കാര്യമില്ല. ആ ഘട്ടത്തിൽ ഉടനെ ഡിസ്മിസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ചെയ്യാൻ പറ്റുമോ? എടുക്കാവുന്ന നിലപാടെടുത്ത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതും കൂടാതെ അദ്ദേഹത്തിനെ താൽക്കാലികമായിട്ട് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. ഇപ്പോൾ ഈ ഒളിവിൽ കഴിയുന്നതിൽ കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയില്ല, ചിലരുടെയെങ്കിലും സഹായമില്ല എന്നങ്ങ് കരുതുന്നുണ്ടോ ശ്രീ പൊടിപാറ? സ്മൃതി, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളുടെ സഹായത്തോടെയാണ് അദ്ദേഹം ഒളിവിൽ കഴിയുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിക്ക് മീറ്റ് ദ പ്രസിൽ ഇരുന്ന് പറയാമെങ്കിൽ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത്? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാർക്കും പറയാം ഇവർ കളിപ്പിക്കുന്നതാണ്. പോലീസിന്, കേരള പോലീസിന്റെ കഴിഞ്ഞകാല ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ കൃത്യമായിട്ട് അറിയാം ഏത് കൊലകൊമ്പനെയും ഏത് പൊത്തിൽ ഒളിച്ചാലും ഏത് മാളത്തിൽ ഒളിച്ചാലും ഏത് തുരങ്കത്തിൽ ഒളിച്ചാലും പിടികൂടാൻ കഴിയാത്തവരൊന്നും അല്ല. ട്രാക്ക് ചെയ്യാൻ പറ്റാത്തവരോ പിടിക്കാൻ പറ്റാത്തവരോ വേണമെന്ന് വിചാരിച്ചാൽ എവിടെ പോയി ഒളിച്ചാലും. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ആരും തിരിച്ചറിയാത്ത ഒരു വ്യക്തിയൊന്നുമല്ല. ആ മുഖം ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക്, അല്ലെങ്കിൽ ഇന്ത്യക്ക്, കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ തിരിച്ചറിയുന്ന ഒരു മുഖമാണ്. ആ മനുഷ്യൻ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഓടാൻ പറ്റുമോ? അതായത് ഇയാൾ പോകുന്നതിന്റെ പിന്നാലെ പോകുമല്ല, ഇയാൾ പോകുന്ന ട്രാക്ക് മനസ്സിലാക്കിയിട്ട് അതിന്റെ മുന്നിൽ പോയിട്ട് വിമാനത്തിൽ ബാംഗ്ലൂർ ഇറങ്ങിയിട്ട് ആ ട്രാക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാമല്ലോ. എന്താ ഈ പിന്നാലെ പോകുന്നേ? മുമ്പേ ഓടിയിട്ടും അങ്ങനെയും വഴികളുണ്ടല്ലോ ഈ കാലത്ത്. അയാൾ കാറുമായിട്ട് മുന്നോട്ട് പോകുന്നു, അതിന്റെ പിന്നാലെ കാറോ ജീപ്പിലോ പോലീസ് പോകുന്നു. അതിനപ്പുറത്തേക്ക് പോയിട്ട് വേറെ മാർഗങ്ങളില്ലേ? അയാൾ പോകുന്ന വഴികൾ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഏകദേശം മനസ്സിലുണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ ചെന്നും ബ്ലോക്ക് ചെയ്യാമല്ലോ. ഇത് ചെയ്യാതെ പിന്നാലെ പോകുന്നേ ഉള്ളൂ. പിന്നാലെ പോകൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അങ്ങനെ പോലീസ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എങ്ങനെയല്ലേ കുറ്റപ്പെടുത്താൻ കഴിയുക? അങ്ങനെയും ചിന്തിക്കാമല്ലോ. അങ്ങനെയും ചിന്തിക്കാം. ഒരുപക്ഷെ ഇത് രണ്ടും തെറ്റാകാം. അതായത് കോൺഗ്രസ്സുകാർ ഒളിപ്പിക്കുന്നു എന്ന മുഖ്യമന്ത്രിയുടെ വാദവും വെറും രാഷ്ട്രീയ ഒരു ആർഗ്യുമെന്റ് ആണ് എങ്കിൽ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പോലീസ് മനഃപൂർവ്വം പിടിക്കാതിരിക്കുന്നതാണ് എന്നതും ഒരു പൊളിറ്റിക്കൽ ആർഗ്യുമെന്റ് ആകാം. രണ്ടും ആയിരിക്കില്ല സത്യം. നേരത്തെ പറഞ്ഞതുപോലെ സുഭാഷ് ബാബു സാർ പറഞ്ഞതിനോടാണ് എനിക്ക് യോജിപ്പ്. രാഹുൽ ഈ പറഞ്ഞ പോലെ മിടുക്ക് പറഞ്ഞ ഒരാളല്ല. അയാൾ നല്ല മിടുക്കനായിട്ടുള്ള ഒരു കക്ഷിയാണ്. അയാളുടെ കാര്യങ്ങളിൽ അയാൾ മിടുക്കനാണ്. ആ മിടുക്ക് നല്ലത്. അതുകൊണ്ട് ക്രിമിനൽ സ്വഭാവത്തിലുള്ള വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒളിക്കാൻ എങ്ങനെ ഈ മുൻകൂർ ജാമ്യത്തിന് മുമ്പ് പോലീസിന്റെ കസ്റ്റഡിയിൽ ആകാതിരിക്കുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ജീവൽ പ്രശ്നമാണ്. അതുകൊണ്ട് അയാളുടെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച്, അയാൾക്ക് സ്വാധീനിക്കാവുന്നവരെ മുഴുവൻ ഉപയോഗിച്ച് ഒളിവിലാകും. അതിനെ മറികടന്ന് പിടിക്കാനുള്ള മിടുക്ക് പോലീസിനില്ലെങ്കിൽ പോലീസ് പറയാ ഞങ്ങളെ കൊണ്ടാവുന്നില്ല. അവിടെ ആർക്കാണ്? അതിനകത്ത് ഞാൻ രാഹുലിനെ ന്യായീകരിക്കുന്നില്ല. ഇതൊക്കെ ഒരു തരം വല്ലാത്ത മിടുക്കാണ് എന്നുള്ളതിലും എനിക്ക് സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാടെന്നുള്ളതാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങളുണ്ട്, ഇന്നലെ സെഷൻസ് കോടതിയുടെ ഉത്തരവിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് വിശകലനം ചെയ്യാം. ശ്രീ സുഭാഷ് ബാബു, ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഈ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നാണ്. ഇന്നലെ സെഷൻസ് കോടതി കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ബലാത്സംഗം എന്നുള്ളത് ആ രൂപത്തിൽ തെളിയുന്നതായി പറയുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ന്യൂനതയായി കാണുന്നുണ്ടോ? കാരണം അതിൽ ഏറ്റവും പ്രധാനമായി
കോടതി ഊന്നിയിരിക്കുന്നത് ഗർഭചിത്രം, അത് നിർബന്ധിത ഗർഭചിത്രം എന്നുള്ളതാണ്. അതിന്റെ തെളിവുകൾ കൃത്യമായി പ്രോസിക്യൂഷന് മുന്നോട്ട് വയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. അപ്പോൾ ബലാത്സംഗം കുറ്റം നിലനിൽക്കില്ല എന്ന വാദം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ ഉന്നയിക്കുന്നു. അത് ഈ കേസിൽ എത്രത്തോളം നിർണായകമാകും? അല്ല, സെഷൻസ് കോടതി എന്നല്ല പറഞ്ഞത്, ആദ്യം ഇവർ തമ്മിൽ നടത്തിയ ശാരീരിക ബന്ധം അത് പരസ്പര ധാരണയോട് കൂടിയിട്ട് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അത് ശരിയാണ് എന്ന് കോടതി അതിനകത്ത് പറഞ്ഞതിനോടൊപ്പം തന്നെ പറയുന്നത് ആവർത്തിച്ച് വീണ്ടും ഉണ്ടായത് അത് അങ്ങനെ ആകാൻ വഴിയില്ല എന്നുള്ള ഒരു നിരീക്ഷണം അതിനകത്തിലുണ്ട്. അപ്പോൾ അതിന് ശേഷം നടന്നിരിക്കുന്ന ബലാത്സംഗങ്ങളാണ് അത്. ആ ബലാത്സംഗങ്ങളെന്നാണ് ഇപ്പോൾ തെളിവിൽ പറയുന്നത്. അത് ഇതിൻ്റെ ശ്രേണിയിൽ പെടുന്നതല്ല. അത് കൺസെൻസസ് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ള ഒരു സൂചന അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഊന്നൽ നൽകിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതേപോലെ തന്നെ ലൈഫ് ഇംപ്രിസൺമെൻറ്റ്, അതായത് ജീവപര്യന്തം വരെ കൊടുക്കാവുന്ന ഒരു കുറ്റമാണ് ഇങ്ങനെ ഗർഭഛിദ്രം എന്ന് പറയുന്നത്. അത് ഗർഭഛിദ്രം ഇങ്ങനെ നിർബന്ധിച്ച് ചെയ്യിച്ചു എന്ന് പറയുന്നത് ഏകദേശം അതായത് പ്രാഥമികമായി ബോധ്യപ്പെടുന്നത് ഈ നമ്മുടെ ആൻറ്റിസിപ്പേറ്ററി ബെയിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷന് മാത്രമേ രേഖകൾ കിട്ടുള്ളൂ. ഈ ഡിഫൻസിന് രേഖകളൊന്നും കിട്ടില്ല. അവർക്ക് ആകെ കിട്ടുന്നത് പിന്നെ ഈ FIR, അതേമാതിരി അവസരം കിട്ടിയാൽ കിട്ടി, അതിനല്ലപ്പുറത്ത് വേറൊരു രേഖ കിട്ടില്ല. അതിനകത്ത് നിന്ന് സാങ്കല്പികമായിട്ട് അവിടുന്ന് ഇവിടുന്ന് കേട്ടുന്ന കഥ വെച്ചിട്ടാണ് അവർ വാദിക്കുന്നത്. അപ്പോൾ അതൊന്നും ഫലപ്രദമായി അവർക്ക് പ്രോസിക്യൂഷൻ്റെ തെളിവ് എന്താണെന്ന് പറയാൻ പറ്റില്ല. കോടതിക്ക് മാത്രമേ ബോധ്യപ്പെടുള്ളൂ. കോടതി ഈ വാചികമായിട്ട് അവിടെ ആർഗ്യൂ ചെയ്യുന്ന വിവരങ്ങളും അവിടെ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ബാക്കി ഉള്ള വിവരങ്ങളെ സംബന്ധിച്ച് കേസ് ഡയറി വേണേൽ പരിശോധിച്ചിട്ട് അവർ കോടതിക്ക് ബോധ്യപ്പെടാം. ശ്രീ സുഭാഷ് ബാബു, കൺസെൻഷ്യലായിട്ടുള്ള ബന്ധം പിന്നീട് റേപ്പിലേക്ക് നീങ്ങുന്ന പരാതികൾ, ആ പരാതികളോട് സുപ്രീം കോടതിയൊക്കെ പലപ്പോഴും എടുത്തിട്ടുള്ള സമീപനം ആശങ്കപ്പെടുത്തുന്നതല്ലേ? തീർച്ചയായിട്ടും അതനുസരിച്ചാണ് കേസ് നിലനിൽക്കില്ല. കാരണം അത് കോൺസെൻസസ് ആണ്, അതായത് പരസ്പര ധാരണയിൽ ചെയ്യപ്പെട്ടതാണ് എന്ന് പറയുകയാണെങ്കിൽ അത് നിലനിൽക്കില്ല എന്നുള്ളത് അവിടെ അസന്നിഗ്ധമായിട്ട് കോടതി ഇപ്പോൾ 4ഓളം ജഡ്ജ്മെൻറ്റ് കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ആ കേസുകളൊക്കെ വിടുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് എന്തായാലും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഹൈക്കോടതിയിലും മറ്റ് സുപ്രീം കോടതിയിലും ചെല്ലുന്ന അവസരത്തിൽ ഇത് ഈ കീഴ്ക്കോടതിയിൽ സെഷൻസ് കോടതി ചെയ്യുന്ന മാതിരി അവരെ സംബന്ധിച്ചുള്ള കുറച്ചുകൂടെ അവർക്ക് ആർജിത അധികാരങ്ങളുണ്ട്. അവർ ആ നിയമത്തിനെ അങ്ങനെ ഇങ്ങനെയും വ്യാഖ്യാനിച്ച് ഇവിടുത്തെ കൺസെൻ്റ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വ്യാഖ്യാനിച്ചിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും അത് എഴുതാം. ഇവിടെയുള്ള പ്രധാന പ്രശ്നം അവിടെയൊക്കെ ഈ കേസുകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് വളരെ കൂടുതൽ വേണം, പ്രൊട്ടക്ഷൻ തീരെ വേണ്ട എന്നും, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മൊറാലിറ്റി വലിയ പ്രശ്നമല്ല പക്ഷേ പ്രൊട്ടക്ഷൻ മാക്സിമം വേണം എന്ന് പറയുന്നതിനെ താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ കോടതികളൊക്കെ അതേമാതിരി ജഡ്ജ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നത്. അത് ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ എങ്ങനെയാണത് ജഡ്ജ് അതിനെ വിശകലനം ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് പറയില്ല. അപ്പോൾ ഏത് രീതിയിലും അത് വിശകലനം ചെയ്യാം. ഇത് രണ്ടും തുലനം ചെയ്യുന്ന അവസരത്തിൽ ആർക്ക് കൊടുക്കണം, അതിന് തുല്യം കൊടുക്കണോ എന്ന് പറഞ്ഞാൽ ജാമ്യം കൊടുക്കും. അതല്ല പ്രോസിക്യൂഷൻ ഭാഗത്തിനാണ് മേൽക്കൈ എന്ന് പറയുമ്പോൾ കൊടുക്കില്ല, അത്ര മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കിട്ടാതിരിക്കാൻ സാധ്യതയാണ് വളരെ കൂടുതൽ. കാരണം പ്രത്യേകിച്ച് എന്താണെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു കേസ് വന്നു, ഇനിയും കേസുകൾ വരും. രണ്ടാമത്തെ കേസിൽ എവിടെ വെച്ചാണ് ഇത് സംഭവിച്ചത്, ആരാണ് പരാതിക്കാരി എന്നടക്കമുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. നേരെ DGPക്ക് കൊടുത്ത പരാതി, ആ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ FIR ചേർത്തുകൊണ്ട് അത് കോടതിയിൽ എത്തിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നും ആ പെൺകുട്ടി മൊഴി നൽകിയിട്ടില്ല എന്നൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യമുണ്ട്. മൊഴി ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടില്ല. കാരണം അത് കിട്ടിയില്ലെങ്കിൽ കോടതി അത് പരിഗണിക്കുകയില്ല. അത് കോടതിയെ സംബന്ധിച്ച് ഇങ്ങനെ പ്രോസിക്യൂഷൻ പറഞ്ഞാലേ അത് നിരാകരിക്കുകയുള്ളൂ. അതിന് ആൾ വേണം, പരാതിക്കാരി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ കോടതി അത് ഗൗരവത്തിലെടുക്കൂ. ഇല്ലെങ്കിൽ അത് നിരാകരിച്ചതിന് ശേഷം ബാക്കിയുള്ളതിൽ നിന്ന് കോടതി ഇതേമാതിരിയുള്ള വിശകലനം മുൻ കേസുകളിൽ സുപ്രീം കോടതി ഉൾപ്പെടെ ചെയ്തതനുസരിച്ച് വിശകലനം ചെയ്തിട്ട് ജഡ്ജിന് ഏതാണ് അപ്പർ ഹാൻഡ് എന്ന് തോന്നിയിട്ട് ഈക്വൽ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ കൊടുക്കും. ഈക്വൽ അല്ല പിന്നെ സുപ്പീരിയോറിറ്റി ഡിഫൻസിന് വന്നാൽ കൊടുക്കും. അതല്ല സുപ്പീരിയോറിറ്റി പ്രോസിക്യൂഷനും ആ വിക്ടിമിനും ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കില്ല. പക്ഷെ കൊടുക്കാനുള്ള സാഹചര്യം ഇതുകൊണ്ട് ഈ പിന്നെ പബ്ലിക് ഹ്യൂ ആൻഡ് ക്രൈ ഒക്കെ ജഡ്ജിയെ ബാധിക്കും. അതുകൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് കൺസിഡർ ചെയ്യുന്ന ജഡ്ജിയെ സംബന്ധിച്ച് അദ്ദേഹം ഭയാശങ്കകളൊന്നും ഉള്ള ആളല്ല. അദ്ദേഹം ഏത് കേസിലും അദ്ദേഹത്തിന് ന്യായമെന്ന് തോന്നുന്ന കാര്യം അതേമാതിരി വിധിക്കുന്നതാണ് ഇപ്പോഴത്തെ ഇത് കൈകാര്യം ചെയ്യുന്ന ജഡ്ജി എന്നുകൂടെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും. ശ്രീകുമാർ, ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്ന വാദങ്ങൾ കോടതി എന്താണ് പരിഗണിക്കുക അതൊന്നും അറിയില്ല. മുൻകൂർ ജാമ്യം കിട്ടുന്നു, മുൻകൂർ ജാമ്യം കിട്ടി പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ
പിന്നീട് ഈ കേസിൽ നിന്ന് പുറത്തേക്ക് എത്താനും അതുവഴി പിന്നീട് പാർട്ടിയിലേക്ക് വരാനുള്ള സാഹചര്യം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കും, അതിന് പാർട്ടിയിൽ ഒരാളുടെയും പിന്തുണ ഉണ്ടാകില്ല എന്ന് ഈ ഘട്ടത്തിൽ അങ്ങേക്ക് പറയാൻ പറ്റുമോ? നോക്കൂ ശ്രീമതി സ്മൃതി, നിങ്ങളൊരു കാര്യം, ഇതിലത്തെ ഒരു രാഷ്ട്രീയം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കൂ. അതായത് കോൺഗ്രസിൻ്റെ പഴയകാലത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള പുറത്താക്കൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ തെരുവിൽ എന്തായിരിക്കാമായിരുന്ന അവസ്ഥ, നമ്മുടെ പത്രങ്ങളിൽ എന്തായിരിക്കുമായിരുന്ന പ്രസ്താവനകളുടെ യുദ്ധം, ചാനലുകളിൽ എന്തായിരിക്കുമായിരുന്ന അഭിപ്രായങ്ങളുടെ വിപുലീകരണങ്ങൾ. പക്ഷെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇത് എല്ലാ പാർട്ടിക്കാരും അംഗീകരിച്ചില്ലേ? അത് 10 വർഷം പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് സ്വയം ആർജിച്ചെടുത്തൊരു കേഡർ സ്വഭാവമാണ് കോൺഗ്രസ്സിൽ. അത് മനസ്സിലാക്കണം. അത് നല്ല രാഷ്ട്രീയമാണത്. ഒരാൾ തെരുവിലിറങ്ങിയില്ല. എത്രയോ നിങ്ങളീ പറയുന്ന പോലെ ഒരുപാട് ആരാധകരുണ്ട്, സംരക്ഷകരുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ. ഒരാളെങ്കിലും തെരുവിൽ ഇത് ഈ KPCC നിലപാടിനെതിരെ പ്രതികരിച്ചോ? ഇല്ലല്ലോ. അതിന് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു നിലപാടുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. ഇപ്പോൾ കോൺഗ്രസ് ആദ്യമായിട്ടാണ്, KPCC ചരിത്രത്തിൽ ആദ്യമാണ് ഇങ്ങനത്തെ ഒരു അശ്ലീല കേസിൽ കൈകാര്യം ചെയ്ത് MLA ആയ നേതാവിനെ പുറത്താക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാളെ കേട്ടോ, അതും ആലോചിക്കണം, പുറത്താക്കുന്നത്. അപ്പുറത്ത് അങ്ങോട്ട് സംഭവം ഇല്ല CPM-ൽ. അതുകൊണ്ട് അവർക്ക് പല നിലപാട്. ഇതിപ്പോൾ ഗോവിന്ദ മാഷോട് ഇന്നലെ ചോദിച്ചു, ഈ ശബരിമലയത്തെ നമ്മുടെ പത്മകുമാറിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാണെന്നാണ് ചോദിച്ചത്. ഇത് കോൺഗ്രസ്സിലെ ആരെങ്കിലുമാണ് ചോദിച്ചതെങ്കിൽ ചാനലുകൾ വെറുതെ ഇരിക്കുമോ? പക്ഷേ ഗോവിന്ദ മാഷ് അത് പറഞ്ഞതൊരു പരിഹാസത്തോടുകൂടിയാണ്. എന്നാൽ ഇപ്പോൾ അത് പറഞ്ഞു, നിലപാടില്ലാത്തതുകൊണ്ടാണത്. കോൺഗ്രസിനൊരു നിലപാട് ഇപ്പോൾ വന്നു. ഈ നിലപാട് നാളെ ഏതെങ്കിലും കേസ്, ഒരു പാർട്ടിയിൽ ഒരുപാട് ആളുകളുണ്ട്, എന്ത് സംഭവിക്കാം. അപ്പോൾ ഇത് അവസാനത്തെ കേസാവണമെന്നൊന്നുമില്ല. നാളെ ചിലപ്പോൾ വന്നെന്നിരിക്കാം. അപ്പോഴും കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരിക്കും ചോദ്യം വരും. അതാണ് പറയുന്നത്, നിലപാടില്ലായ്മയാണ് CPM-നെ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുന്നത്. കേരളത്തിലെ കേഡർ സ്വഭാവം എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് ശരിക്കും അങ്ങനെ കരുതി തന്നെ പറയുന്നതാണോ? കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന് ശേഷം മുതിർന്ന നേതാക്കളെ വരെ ആക്രമിക്കുന്ന സൈബർ കൂട്ടങ്ങളെ നമ്മൾ കണ്ടതാണ്, അല്ലേ? ആ സൈബർ കൂട്ടത്തിന് കോൺഗ്രസിന് മുഖമുണ്ടാകാം, മുഖമില്ലാതിരിക്കാം. പക്ഷേ അതിനെ നിയന്ത്രിക്കുന്ന സംവിധാനം കോൺഗ്രസിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അവരവിടെ ഇങ്ങനെ ശക്തരായി എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന സംവിധാനമായി വളർന്നിരുന്നു. അതിന്റെ കടക്കിലാണ് ഇപ്പോൾ കത്തിവെച്ചിരിക്കുന്നത്. പക്ഷെ വീണ്ടും അത് മുളയ്ക്കില്ല എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. അതായത് രാഷ്ട്രീയത്തിൽ ഇന്നത്തെ രാഷ്ട്രീയം അല്ലല്ലോ നാളത്തെ രാഷ്ട്രീയം. ഇന്നലെ എന്തായിരുന്നു? ഇന്നലെ വരെ ഒരു പാർട്ടിയിലുണ്ടായിരുന്ന, മുന്നണിയിലുണ്ടായിരുന്ന ഘടകകക്ഷി നാളെ വേറൊരു പാർട്ടിയിലല്ലേ? അതും അഴിമതിക്കെതിരെ പുറത്താക്കിയ ആളുകളെ വീണ്ടും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നില്ല. ഈ CPM ഗവൺമെൻറ് തന്നെ ഉണ്ടല്ലോ. അത് ഞാൻ വിപുലീകരിച്ച് പോകുന്നില്ല. സ്മൃതി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞ കേഡർ സ്വഭാവം പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു. 10 വർഷം പ്രതിപക്ഷത്തിരുന്നതിൽ സ്വയം ആർജിച്ച കേഡർ സ്വഭാവം എന്ന് പറഞ്ഞു. അതായത് ഇനി ഇങ്ങനെ ബഹളം വെച്ച ഭരണം പോകും. അതുകൊണ്ട് ഇപ്പോൾ പാർട്ടി എടുക്കുന്ന എല്ലാ നടപടികളും ഐക്യകണ്ഠേനായി ഒരു ഒരാളെങ്കിലും തെരുവിൽ ഇറങ്ങി പ്രതിഷേധിക്കണ്ടേ? ഇല്ലല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേസ്ബുക്കിൽ കാണുന്ന രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും കാണും. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, യൂത്ത് കോൺഗ്രസ് കുറച്ചു കാലമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നേടിയിട്ടുള്ള ഒരു വലിയൊരു മേധാവിത്വമുണ്ട് യൂത്ത് കോൺഗ്രസും. അതുപോലെ യൂത്ത് ലീഗും ഉണ്ട് കേട്ടോ, UDF-ലെ ഘടകകക്ഷികൾ. ആ ഒരു മേധാവിത്വം CPM-നെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു. അതിൽ മുന്നിൽ നിന്ന ഒരുപാട് നേതാക്കളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സമയത്ത് അത് അദ്ദേഹം സ്വയം കൃതനാർത്ഥം സ്വയം കുടിച്ചാടി അദ്ദേഹം ആ ഉയർന്നു വന്ന് അതേപോലെ അസ്തമിച്ചു പോയതിനെ നമ്മൾ ആരും പരിഭവിച്ചിട്ട് കാര്യമില്ല, സ്വയം വരുത്തി വെച്ചതാണ്. പക്ഷേ ആ യൂത്ത് കോൺഗ്രസ് അങ്ങനെ ഒരു മേധാവിത്വം ഉണ്ടാക്കിയത് DYFI-ക്കാരെ തെല്ലൊന്നും അല്ല, അവരെ മറ്റേ എന്താ പറയുക രോഷം കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഭാഗമാണല്ലോ ഷാഫി പറമ്പിനെതിരെ നീങ്ങിയത്. കാരണം ഷാഫി പറമ്പ് തോൽപ്പിച്ചത് ശൈലജ ടീച്ചറിലെ ലക്ഷക്കണക്കിന് വോട്ടുകളിലല്ലേ, ഇവരൊക്കെ ജയിക്കുന്ന വലിയ ഭൂരിപക്ഷത്തിനല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ പടക്കം പൊട്ടിച്ചത് ഞാൻ പറയാൻ കാരണം മുൻകൂർ ജാമ്യം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, അതായത് മുൻകൂർ ജാമ്യമൊക്കെ ആണെങ്കിൽ തന്നെയും ഒരു ഭയത്തിൽ നിന്നുള്ള മുക്തി, ഒരു ആശ്വാസമൊക്കെ ഉണ്ട് CPM-ന്. പക്ഷെ അത് വെറുതെ വിചാരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് എന്ന് വെച്ചാൽ ഒരാൾ പോയാൽ 10 ആൾ ഇപ്പുറത്ത് വരും. അതവർ മനസ്സിലാക്കുന്ന അവർക്ക് നല്ലതാണ്. ശരി, നോക്കാം നാളെ എന്താകും കോടതിയുടെ തീരുമാനമെന്ന്. വളരെ നന്ദി ശ്രീ N. ശ്രീകുമാർ, അഡ്വക്കേറ്റ് ലാൽകുമാർ, ശ്രീ ജോർജ് പൊടിപ്പാറ, ശ്രീ സുഭാഷ് ബാബു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.